വെൽക്കം ടു മെക്ഫിറ്റ്. നമുക്കിന്ന് നോക്കാനുള്ളത് ഫോർത്ത് മൊഡ്യൂളിലെ ലിമിറ്റ്, ഫിറ്റ്, ടോളറൻസ്, ഇൻ്റർചേഞ്ചബിലിറ്റി, ഹോൾ ബേസിസ്, ഷാഫ്റ്റ് ബേസ് സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് അറിയേണ്ടത് മാസ് പ്രൊഡക്ഷൻ എന്താണെന്നുള്ളത്. മാസ് പ്രൊഡക്ഷൻ മീൻസ് പ്രൊഡക്ഷൻ ഓഫ് എ യൂണിറ്റ്, കമ്പോണൻറ്റ് ഓർ പാർട്ട് ഇൻ ലാർജ് നമ്പേഴ്സ്. അതായത് ഒരു യൂണിറ്റോ കമ്പോണൻറ്റോ അല്ലെങ്കിൽ പാർട്ടോ അത് ലാർജ് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്ന ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് മാസ് പ്രൊഡക്ഷൻ. അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ടൈം ഫോർ ദ മാനുഫാക്ചർ ഓഫ് കമ്പോണൻറ്റ് ഈസ് റെഡ്യൂസ്ഡ്. ഒരു കമ്പോണൻറ്റ് ഉണ്ടാക്കുന്ന ടൈം മാനുഫാക്ചറിന് കുറയും. ദ കോസ്റ്റ് ഓഫ് ദ പീസ് ഈസ് റെഡ്യൂസ്ഡ്. കോസ്റ്റ് കുറഞ്ഞു കിട്ടും. സ്പെയർ പാർട്സ് ക്യാൻ ബി ക്വിക്ക്ലി മെയ്ഡ് അവൈലബിൾ. നമുക്ക് ആവശ്യമായിട്ടുള്ള സ്പെയർ പാർട്സ് ക്വിക്ക്ലി അവൈലബിൾ ആയിരിക്കും. പിന്നെ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ്, ഈ ഡിസഡ്വാൻറ്റേജിൽ നിന്നാണ് നമുക്ക് ചിലപ്പം ക്വസ്റ്റ്യൻ കയറി വരുന്നത്. അപ്പോൾ ഇതിന് സ്പെഷ്യൽ പർപ്പസ് മെഷീൻസ് ആവശ്യമാണ്, ഫസ്റ്റ് പോയിന്റ്. പിന്നെ ജിഗ്സ് ആൻഡ് ഫിക്സ്ചേഴ്സ് ആവശ്യമാണ്. ഗേജസ് ആർ ടു ബി യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് കൺവെൻഷണൽ പ്രിസിഷൻ ഇൻസ്ട്രുമെൻറ്റ്. ഇപ്പോൾ വെർണിയർ കാലിപ്പർ അതുപോലെയുള്ള പ്രിസിഷൻ ഇൻസ്ട്രുമെൻസിന് പകരമായിട്ട് ഇവിടെ ഗേജസ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. മാസ് പ്രൊഡക്ഷൻ ആയതുകൊണ്ട് തന്നെ ഒരു കമ്പോണൻറ്റ് നമുക്ക് ഈ സ്ക്രൂ ഗേജോ അല്ലെങ്കിൽ മൈക്രോമീറ്ററോ വെർണിയർ കാലിപ്പറോ വെച്ച് ചെക്ക് ചെയ്യുന്നത് പോസിബിൾ അല്ല. അപ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഗേജസ് ആണെന്ന് ഓർക്കണം. റിംഗ് ഗേജ്, പ്ലഗ് ഗേജ് അതുപോലെയുള്ള ഗേജസ് ആയിരിക്കും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇനിഷ്യൽ എക്സ്പെൻഡിച്ചർ വിൽ ബി വെരി ഹൈ. ഇപ്പോൾ ഇനിഷ്യൽ എക്സ്പെൻഡിച്ചർ വളരെ കൂടുതലാണ്. ഇതിൻ്റെ അകത്ത് PYQ-ആയിട്ടുള്ള ഈ ജിഗ്സ് ആൻഡ് ഫിക്സേഴ്സ് ആവശ്യമാണെന്നുള്ള കാര്യവും സ്പെഷ്യൽ പർപ്പസ് മെഷീൻസ് ഇവിടെ ആവശ്യമാണെന്നുള്ള കാര്യമാണ് PYQ-ആയിട്ട് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. ഇനി നമുക്കറിയാനുള്ളത് സെലക്റ്റീവ് അസംബ്ലി എന്താണ്, നോൺ സെലക്റ്റീവ് അസംബ്ലി എന്താണെന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ സെലക്റ്റീവ് അസംബ്ലി എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു ബോൾട്ട് നമ്മൾ മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്, അപ്പോൾ അതിന് കറസ്പോണ്ടൻ്റ് ആയിട്ടുള്ളൊരു നെറ്റ് മാനുഫാക്ചർ ചെയ്യുന്നു. ഈ നെറ്റ് എന്ന് പറയുന്നത് ഈ ബോൾട്ടിന് മാത്രമായിരിക്കും യൂസ് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഈ രണ്ടാമത്തെ ബോൾട്ട് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത് ഈ നെറ്റ് യൂസ് ചെയ്യാനേ അതിൽ പറ്റത്തുള്ളൂ. അതിനെയാണ് സെലക്റ്റീവ് അസംബ്ലി എന്ന് പറയുന്നത്. ഒരു സെലക്റ്റീവ് പീസിന് വേണ്ടി മാത്രമായിരിക്കും ആ നെറ്റ് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഫിഗർ ഇല്ലസ്ട്രേറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ സെലക്റ്റീവ് അസംബ്ലി ആൻഡ് നോൺ സെലക്റ്റീവ് അസംബ്ലി. ഇറ്റ് വിൽ ബി സീൻ in figure that each net fits only on one bolt. ഈ ബോൾട്ടിന് മാത്രമായിരിക്കും ഇത് ഫിറ്റ് ആയിട്ടുള്ളത്. Such an assembly is slow and costly and maintenance is difficult because spares must be individually manufactured. അതായത് ഓരോ ബോൾട്ടിനും ഓരോ നെറ്റ് തന്നെ മാനുഫാക്ചർ ചെയ്യുക എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ നമുക്ക് സ്പെയർസ് അതുപോലെ അവൈലബിൾ ആയിരിക്കത്തില്ല. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നോൺ സെലക്റ്റീവ് അസംബ്ലി. എനി നെറ്റ് ഫിറ്റ്സ് എനി ബോൾട്ട് ഓഫ് ദ സെയിം സൈസ് ആൻഡ് ത്രെഡ് ടൈപ്പ്. ഇപ്പോൾ ഏതൊരു നെറ്റും സെയിം സൈസിലുള്ള ഒരു ബോൾട്ട് M20 ആണ് അതിൻ്റെ സൈസ്. അപ്പോൾ അതിന് ആ സൈസിലുള്ള ഏതൊരു കമ്പനിയുടെയും നെറ്റ് ജോയിൻ ചെയ്യാൻ പറ്റണം. ഓക്കെ, അതിനെയാണ് നോൺ സെലക്റ്റീവ് അസംബ്ലി എന്ന് പറയുന്നത്. സച്ച് ആൻ അസംബ്ലി ഈസ് റാപ്പിഡ് ആൻഡ് കോസ്റ്റ് ആർ റെഡ്യൂസ്ഡ്. മെയിൻ്റെനൻസ് ഈസ് സിംപ്ലർ ബിക്കോസ് സ്പെയർസ് ആർ ഈസിലി അവൈലബിൾ. അപ്പോൾ ഇതിൻ്റെ അകത്ത് സ്പെയർസ് ഈസിലി അവൈലബിൾ ആണ്. ഈ നോൺ സെലക്റ്റീവ് അസംബ്ലിയാണ് നമുക്ക് ഇൻ്റർചേഞ്ചബിലിറ്റി ബിറ്റ്വീൻ ദ കമ്പോണൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇൻ മോഡേൺ എഞ്ചിനീയറിംഗ് പ്രൊഡക്ഷൻ മാസ് പ്രൊഡക്ഷൻ ദർ ഈസ് നോ റൂം ഫോർ സെലക്റ്റീവ് അസംബ്ലി. സെലക്റ്റീവ് അസംബ്ലിക്ക് വലിയ പോസിബിലിറ്റി ഒന്നുമില്ല. എങ്കിലും ഹവർ അണ്ടർ സം സ്പെഷ്യൽ സർക്കംസ്റ്റാൻസസ് സെലക്റ്റീവ് അസംബ്ലി ഈസ് ജസ്റ്റിഫൈഡ്. ഇപ്പോൾ ചില ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റൊക്കെ അതിൻ്റെ സ്പെയറിന് മാത്രമേ സ്യൂട്ട് ആകത്തുള്ളൂ. ഇപ്പോൾ വിക്രാന്ത് എന്ന് പറഞ്ഞൊരു ബൈക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചില സ്പെയർസ് വേറെ സ്പെയർ പാർട്സ് കടയിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കിട്ടത്തില്ല. ഒരു ഗിയർ ഷിഫ്റ്റ് ലിവർ, അപ്പോൾ അത് വേറൊരു സ്പെയർ വെച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതൊരു സെലക്റ്റീവ് അസംബ്ലി ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പോൾ ഇൻ്റർചേഞ്ചബിലിറ്റി എന്ന് പറയുന്നത് അവിടെ നോൺ സെലക്റ്റീവ് അസംബ്ലിയാണ് നമ്മൾ മെയിൻലി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. വെൻ കമ്പോണൻസ് ആർ മാസ് പ്രൊഡ്യൂസ് അൺലെസ് ദേ ആർ ഇൻ്റർചേഞ്ചബിൾ ദ പർപ്പസ് ഓഫ് മാസ് പ്രൊഡക്ഷൻ ഇസ് നോട്ട് ഫുൾഫിൽഡ്. ഇപ്പോൾ നമ്മൾ കമ്പോണൻസ് മാസ് പ്രൊഡ്യൂസ് ചെയ്തു, പക്ഷേ അവിടെ ഇൻ്റർചേഞ്ചബിൾ അല്ല എന്നുണ്ടെങ്കിൽ ആ മാസ് പ്രൊഡക്ഷൻ കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ബൈ ഇൻ്റർചേഞ്ചബിലിറ്റി വി മീൻ ദാറ്റ് ഐഡൻറ്റിക്കൽ കമ്പോണൻസ് മാനുഫാക്ചർഡ് ബൈ ഡിഫറെൻറ്റ് പേഴ്സണൽ അണ്ടർ ഡിഫറെൻറ്റ് എൻവയൺമെൻറ്റ്സ് ക്യാൻ ബി അസംബിൾഡ് ആൻഡ് റീപ്ലേസ്ഡ് വിത്തൗട്ട് എനി ഫർദർ റെക്ടിഫിക്കേഷൻ ഡ്യൂറിങ് ദ അസംബ്ലി സ്റ്റേജ്. അതായത് ഇൻ്റർചേഞ്ചബിലിറ്റി എന്ന് പറയുന്നത് ഒരു ഐഡൻറ്റിക്കൽ കമ്പോണൻറ്റ്
വിവിധ മാനുഫാക്ചറിങ് കമ്പനികളിൽ ഉണ്ടാക്കുന്നു. അതെന്ന് പറയുന്നത് നമുക്ക് അസംബിൾ ചെയ്യുകയോ റീപ്ലേസ് ചെയ്യുകയോ ചെയ്യാം, വേറൊരു റെക്ടിഫിക്കേഷൻ നടത്താതെ തന്നെ. ഓക്കെ, വിത്തൗട്ട് അഫക്റ്റിംഗ് ദ ഫംഗ്ഷനിങ് ഓഫ് ദ കമ്പോണന്റ് വെൻ അസംബിൾ. അതെന്ന് പറയുന്നത് ആ കമ്പോണന്റിന്റെ ഫംഗ്ഷനെ അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ലിമിറ്റിന്റെ കാര്യമാണ്. അപ്പോൾ ഒരു ലിമിറ്റിന്റെ നെസസിറ്റി വരുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് കമ്പോണൻസ് ആർ ഇന്റർചേഞ്ചബിൾ. ഇപ്പോൾ ഒരു നെറ്റും ബോൾട്ടും ഇന്റർചേഞ്ചബിൾ ആണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ദേ നീഡ് ടു ബി മാനുഫാക്ചർ ടു ദ സെയിം സൈസ് വിച്ച് ഈസ് നോട്ട് പോസിബിൾ. ഇപ്പോൾ ഒരു 20 സൈസ് എന്ന് പറയുന്നത് 20 mm, അതിൽ തന്നെ നമുക്ക് മാനുഫാക്ചർ ചെയ്യാന്ന് പറയുന്നത് പോസിബിൾ അല്ല. Hence it becomes necessary to permit the operator to deviate by a small margin from the exact size which he is not able to maintain for all the component. ഇപ്പോൾ ഒരു 20 mm എന്ന് പറയുന്നത് നമുക്ക് പോസിബിൾ അല്ല. അപ്പോൾ അതിൽ നിന്ന് ചെറിയൊരു ഡീവിയേഷൻ ഇതിന് കൊടുക്കും. അതിനെയാണ് ഈ ലിമിറ്റിന്റെ നെസസിറ്റി ആയിട്ട് പറയുന്നത്. അറ്റ് ദ സെയിം ടൈം ഡീവിയേറ്റഡ് സൈസ് ഷുഡ് നോട്ട് അഫക്ട് ദ ക്വാളിറ്റി ഓഫ് ദ അസംബ്ലി. അപ്പോൾ ആ ഡീവിയേഷൻ എന്ന് പറയുന്നത് 20 mm എന്ന് പറയുന്നു. അപ്പോൾ അതിൽ നമ്മൾ ഡീവിയേറ്റ് ചെയ്ത് ഒരു 1 mm ഡീവിയേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റി, അസംബ്ലിയുടെ ക്വാളിറ്റിയെ ബാധിക്കാൻ പാടില്ല. ദിസ് സോർട്ട് ഓഫ് ഡയമെൻഷനിങ് ഇസ് നോൺ ആസ് ലിമിറ്റ് ഡയമെൻഷനിങ്. അപ്പോൾ ഇതിനെ പറയുന്ന പേരാണ് ലിമിറ്റ് ഡയമെൻഷനിങ് എന്ന് പറയുന്നത്. സിസ്റ്റം ഓഫ് ലിമിറ്റ് ഈസ് ടു ബി ഫോളോഡ് ആസ് എ സ്റ്റാൻഡേർഡ് ഫോർ ലിമിറ്റ് ഡയമെൻഷനിങ് ഓഫ് കമ്പോണന്റ്. അപ്പോൾ അതിന് വേണ്ടി ഒരു സിസ്റ്റം ഓഫ് ലിമിറ്റ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. വേരിയസ് സ്റ്റാൻഡേർഡ് സിസ്റ്റം ഓഫ് ലിമിറ്റ്സ് ആൻഡ് ഫിറ്റ്സ് ആർ ഫോളോഡ് ഡിഫറെൻറ്റ് countries based on the ISO, ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻ സ്പെസിഫിക്കേഷൻ. അപ്പോൾ ISOയുടെ ഫുൾ ഫോം ജസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കുക, ചിലപ്പോൾ അത് കയറി ചോദിക്കാം. അപ്പം ഓരോ രാജ്യത്തും ഡിഫറെൻറ്റ് ലിമിറ്റ്സ് ആൻഡ് ഫിറ്റ്സ് ഫോളോ ചെയ്യുന്നുണ്ട്. മെയിൻലി ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ഫോർ ഓർഗനൈസേഷൻ സ്പെസിഫിക്കേഷൻ ആണ് ഫോളോ ചെയ്യുന്ന ഡിഫറെൻറ്റ് കൺട്രീസിൽ. പിന്നെ ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്നത് BIS ആണ്, ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ്. അതർ സിസ്റ്റം ഓഫ് ലിമിറ്റ്സ് ആൻഡ് ഫിറ്റ്സ് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻ ISO, പിന്നെ BSS എന്ന് പറയുന്നത് ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് സിസ്റ്റമാണ്, പിന്നെ DIN എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ട്, അത് ജർമ്മൻ സ്റ്റാൻഡേർഡ് സിസ്റ്റമാണ്. ഓക്കെ, അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. DIN എന്ന് ക്വസ്റ്റ്യന് കണ്ടു കഴിഞ്ഞാൽ അത് ജർമ്മൻ സ്റ്റാൻഡേർഡ് ആണെന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ വരുന്ന ഏരിയ നോക്കാം. ഇപ്പോൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ലിമിറ്റ് ഓഫ് ഫിറ്റ്സ് ടെർമിനോളജിയാണ്. അപ്പോൾ ആദ്യം പറയുന്നത് സൈസാണ്. സൈസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരാളുടെ അളവ് പറയുന്നത്, ഇപ്പോൾ ഒരു ഹൈറ്റ് പറയുന്നത് അത് 180 സെൻറ്റിമീറ്റർ എന്നോ 6 foot എന്നോ ആ രീതിയിലൊക്കെ ആയിരിക്കും പറയുന്നത്. അപ്പോൾ ഒരു നമ്പറിൽ ഒരു പർട്ടിക്കുലർ യൂണിറ്റിനെ എക്സ്പ്രസ് ചെയ്യുന്നതിനാണ് സൈസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ നമ്പർ എക്സ്പ്രസ് ഇൻ എ പർട്ടിക്കുലർ യൂണിറ്റ് ഇൻ ദ മെഷർമെൻറ്റ് ഓഫ് ലെങ്ത്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ലെങ്തിലാണ് അത് പറയുന്നത്. അപ്പോൾ ഒരു സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പറിൽ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ യൂണിറ്റ് ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ബേസിക് സൈസ് ആണ്. ഇറ്റ് ഈസ് ദ സൈസ് ബേസ്ഡ് ഓൺ വിച്ച് ഡയമെൻഷണൽ ഡീവിയേഷൻസ് ആർ ഗിവൺ. ഇപ്പോൾ ഒരു ബേസിക് സൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ലൈനാണ്. ഓക്കെ, ഇപ്പോൾ ഒരു 20 mm ആയിരിക്കും നമ്മുടെ ബേസിക് സൈസ്. അപ്പോൾ അതിൽ നിന്നായിരിക്കും നമ്മൾ ഡീവിയേഷൻസ് അല്ലെങ്കിൽ ടോളറൻസ് ഒക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് എ സൈസ് ബേസ്ഡ് ഓൺ വിച്ച് ഡയമെൻഷണൽ ഡീവിയേഷൻസ് ആർ ഗിവൺ. അപ്പോൾ ആ ടെർമിനോളജി അതുപോലെ തന്നെ പഠിക്കുക, ക്വസ്റ്റ്യൻ കയറി വരുന്ന ആ രീതിയിലായിരിക്കും. പിന്നെ ആക്ച്വൽ സൈസ് ചോദിച്ചിട്ടുള്ളതാണ്. ഇഫ് ഇറ്റ് ഈസ് എ സൈസ് ഓഫ് ദ കമ്പോണന്റ് ബൈ ആക്ച്വൽ മെഷർമെന്റ് ആർ ആഫ്റ്റർ ഇറ്റ് ഈസ് മാനുഫാക്ചർഡ്. അതായത് ഇപ്പോൾ ഒരു ആക്ച്വൽ കമ്പോണന്റ് സൈസ് നമ്മൾ മെഷർ ചെയ്യുന്നു, അതിനെയാണ് ആക്ച്വൽ സൈസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സൈസ് ഓഫ് ദ കമ്പോണന്റ് ബൈ ആക്ച്വൽ മെഷർമെന്റ് ആഫ്റ്റർ ഇറ്റ് ഈസ് മാനുഫാക്ചർഡ്. ഇറ്റ് ഷുഡ് ലൈ ബിറ്റ്വീൻ 2 limits ഓഫ് സൈസ് ഇഫ് ദ കമ്പോണന്റ് ഈസ് ടു ബി അക്സെപ്റ്റഡ്. അപ്പോൾ ഈ കമ്പോണന്റ് എന്ന് പറയുന്നത് ആ 2 ലിമിറ്റിന്റെ ഉള്ളിൽ നിൽക്കുകയും വേണം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ലിമിറ്റ് ഓഫ് സൈസ് ആണ്. ദീസ് ആർ എക്സ്ട്രീം പെർമിസിബിൾ സൈസസ് വിത്തിൻ വിച്ച് ഓപ്പറേറ്റർ ഈസ് എക്സ്പെക്റ്റഡ് ടു മേക്ക് കമ്പോണന്റ്. ഇപ്പോൾ നമുക്കൊരു കമ്പോണന്റ് മാനുഫാക്ചർ ചെയ്യണം. അപ്പോൾ അതിന് 2 എക്സ്ട്രീമൽ പെർമിസിബിൾ സൈസസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ലിമിറ്റിൽ വെച്ച് വേണം അതിനെ മാനുഫാക്ചർ ചെയ്യാൻ. അതിന് മാക്സിമം ആൻഡ് മിനിമം ലിമിറ്റ് എന്ന് പറയും. ഇപ്പോൾ ഒരു 20 mm +0.01 -0.01 കൊടുക്കുന്നു. അപ്പോൾ ഇതിനെയാണ് അതിൻ്റെ മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത്. ഇതിനെ മിനിമം ലിമിറ്റ് എന്ന് പറയും ആ കമ്പോണൻറ്റ് മാനുഫാക്ചർ ചെയ്യാൻ. അപ്പോൾ മാക്സിമം ലിമിറ്റ് ഓഫ് സൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഗ്രേറ്റർ ഓഫ് ദ 2 ലിമിറ്റ് സൈസ്. ആ 2 ലിമിറ്റ് സൈസിലെ ഗ്രേറ്റർ ആണ് മാക്സിമം ലിമിറ്റ് ഓഫ് സൈസ് എന്ന് പറയുന്നത്. മിനിമം ലിമിറ്റ് ഓഫ് സൈസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സ്മോളർ ഓഫ് ദ 2 ലിമിറ്റ് ഓഫ് സൈസ്. അപ്പോൾ അതിൻ്റെ അകത്ത്
ആ 0.01 20 ആണ്. അതിൽ നിന്ന് 0.01 നമുക്ക് മിനിമം ലിമിറ്റ് എന്ന് പറയാം. അതിൽ നിന്ന് മൈനസ് ചെയ്യുന്നതാണ് 20യിൽ നിന്ന്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ഹോൾ എന്താണ്, ഷാഫ്റ്റ് എന്താണെന്നുള്ളതാണ്. ഈ ഹോൾ എന്ന് പറയുന്നത് ഇൻ ദ BI സിസ്റ്റം ഓഫ് ലിമിറ്റ്സ് ആൻഡ് ഫിറ്റ്സ് ഓൾ ഇന്റേണൽ ഫീച്ചേഴ്സ് ഓഫ് എ കമ്പോണൻറ്റ്. അപ്പോൾ ഇത് നോട്ട് ചെയ്യുക. ഓൾ ഇന്റേണൽ ഫീച്ചേഴ്സ് ഓഫ് എ കമ്പോണൻറ്റ് ഇൻക്ലൂഡിങ് ദോസ് വിച്ച് ആർ നോട്ട് സിലിണ്ടറിക്കൽ ആർ ഡെസിഗ്നേറ്റഡ് ആസ് ഹോൾ. ഇപ്പോൾ ഒരു ഹോൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന ഇതിനെ നമ്മൾ ഹോളായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അത് സിലിണ്ടറിക്കൽ ആകണമെന്നില്ല. ഒരു പീസിൻ്റെ ഇന്റേണൽ ഫീച്ചേഴ്സ് ആണ് നമ്മൾ കാണിക്കുന്നതെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഹോൾ. ഓൾ ഇന്റേണൽ ഫീച്ചേഴ്സ് ഓഫ് എ കമ്പോണൻറ്റ് ഇൻക്ലൂഡിങ് ദോസ് വിച്ച് ആർ നോട്ട് സിലിണ്ടറിക്കൽ ആർ ഡെസിഗ്നേറ്റഡ് ആസ് ഹോൾ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഷാഫ്റ്റ് ആണ്. അവിടെ എന്ന് പറയുമ്പോൾ എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് ആയിരിക്കും നമ്മൾ കാണിക്കുന്നത്. വിച്ച് ആർ നോട്ട് സിലിണ്ടറിക്കൽ ആർ ഡെസിഗ്നേറ്റഡ് ആർ ഷാഫ്റ്റ്. അപ്പോൾ ഈ ഷാഫ്റ്റ് എന്ന് പറയുന്നത് സിലിണ്ടറിക്കൽ ആകണമെന്നില്ല. ഓക്കെ, അതിൻ്റെ എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് ആയിരിക്കും കാണിക്കുന്നത്. അതിനെ ഷാഫ്റ്റ് എന്ന് പറയും. ഇനി നമുക്ക് ഈ ഫിഗറിൽ നിന്ന് മനസ്സിലാക്കാനുള്ള കുറച്ച് കാര്യങ്ങളാണ്. നമുക്ക് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൽ ഈ 0 ലൈൻ ആയിരിക്കും നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അതെന്ന് പറയുന്നത് അതിൽ നിന്നായിരിക്കും ഈ ഡീവിയേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അത് തന്നെയായിരിക്കും നമ്മുടെ ബേസിക് സൈസ് ആയിട്ട് വരുന്നത്. ഇതെന്ന് പറയുന്നത് ഒരു ക്ലിയറൻസ് ഫിറ്റിൻ്റെ ഡയഗ്രമാണ് കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹോളിൻ്റെ ടോളറൻസ് സോണിന് താഴെയായിരിക്കും ഷാഫ്റ്റ് വരുന്നത്. അതായത് ഒരു ഹോള്, ഇതൊരു ഹോളും ഇതൊരു ഷാഫ്റ്റും ആണെന്ന് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഈ ഹോളിനെക്കാളിലും ചെറുതായിരിക്കും നമ്മുടെ ഷാഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് അവിടെ ക്ലിയറൻസ് ഫിറ്റ് എന്നറിയപ്പെടുന്നത്. പിന്നെ ഒരു ഷാഫ്റ്റും ഹോളും എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഇത് കാണിച്ചിരിക്കുന്നത് ക്ലിയറൻസ് ഫിറ്റാണ്. ഇവിടെ എന്ന് പറയുന്നത് ഷാഫ്റ്റ് ഹോളിനേക്കാൾ ചെറുതാണ്. പിന്നെ ഫിഗറിൽ നിന്ന് നമുക്ക് നോക്കാനുള്ളത് എന്ന് പറയുന്നത് 0 ലൈൻ അല്ലെങ്കിൽ 0 ഡീവിയേഷൻ ആണ്. 0 ലൈൻ അതായിട്ട് തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കാം. അവിടെ 0 ഡീവിയേഷൻ ആയിരിക്കും. ഡീവിയേഷൻ ഒന്നും തന്നെ ഉണ്ടാകത്തില്ല. അത് തന്നെ ആയിരിക്കും നമ്മുടെ ബേസിക് സൈസായിട്ട് നമ്മൾ ഒരു ബേസിക് സൈസ് സ്റ്റാൻഡേർഡ് സൈസ് 20 mm പറയുന്നു. അതിൽ നിന്നുള്ള ടോളറൻസ് ആയിരിക്കും ഈ ലോവറും അപ്പറും ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഷാഫ്റ്റ്, ഇപ്പോൾ ഷാഫ്റ്റിൻ്റെ ഇതെന്ന് പറയുന്നത് മിനിമം ഡയമീറ്റർ ആണ്. ഇതെന്ന് പറയുന്നത് മാക്സിമം ഡയമീറ്റർ ആണ്. അതിനെ അപ്പർ ലിമിറ്റ് എന്ന് പറയും. ഡീവിയേഷൻ നമുക്ക് കുറച്ച് നോക്കാം. ഈ ഇതെന്ന് പറയുന്നത് ലോവർ ലിമിറ്റ് എന്ന് പറയും ഷാഫ്റ്റിൻ്റെ. അതുപോലെ തന്നെ ഹോളിൻ്റെ ഈ മാക്സിമം പെർമിസിബിൾ ആയിട്ടുള്ള ആ ലിമിറ്റിനെ പറയുന്ന പേര് അപ്പർ ലിമിറ്റ് എന്ന് പറയും. ഹോളിൻ്റെ മിനിമം പെർമിസിബിൾ ലിമിറ്റിന് ലോവർ ലിമിറ്റ് എന്ന് പറയും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഡീവിയേഷനെ കുറിച്ച് നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഇപ്പോൾ ഒരു ഡീവിയേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ആൾജിബ്രൈക് ഡിഫറൻസ് ബിറ്റ്വീൻ എ സൈസ് ടു ഇറ്റ്സ് കറസ്പോണ്ടിങ് ബേസിക് സൈസ്. ഇറ്റ് മേ ബി പോസിറ്റീവ്, നെഗറ്റീവ് ഓർ 0. ഇപ്പോൾ ഒരു കമ്പൗണ്ട് നമ്മൾ ഉണ്ടാക്കുന്നു. ഓക്കെ, അപ്പോൾ അതിൻ്റെ സൈസിൽ നിന്ന് ആ ബേസിക് സൈസിലേക്കുള്ള അതിൻ്റെ ആൾജിബ്രൈക് ഡിഫറൻസിനെയാണ് നമ്മൾ ഡീവിയേഷൻ ആയിട്ട് പറയുന്നത്. അതെന്ന് പറയുന്നത് പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം, 0 ആകാം. ഇപ്പോൾ ഒരു ഷാഫ്റ്റ് കമ്പോണൻറ്റ്, ഇപ്പോൾ നമുക്ക് ആ ടേബിളിലോട്ട് നോക്കാൻ നേരത്ത് ഈ 20 പ്ലസ് 0.08 എന്ന് പറയുന്നത് അതിൻ്റെ അപ്പർ ഡീവിയേഷനാണ്. ഈ പ്ലസ് 0.008. ലോവർ ഡീവിയേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും ചെറിയ വാല്യൂ ആണ്. അതായിരിക്കും ലോവർ ഡീവിയേഷൻ. ബേസിക് സൈസിൽ നിന്ന് എത്രത്തോളം താഴെയാണ്, -0.005. പിന്നെ മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത് ഈ 20 പ്ലസ് ഈ മുകളിൽ കിടക്കുന്ന ടോളറൻസിൻ്റെ റേഞ്ചാണ്, ആ ലിമിറ്റാണ് 20 പ്ലസ് 0.008. മിനിമം ലിമിറ്റ് ഓഫ് സൈസ് എന്ന് പറയുന്നത് 19.995 ആണ്. ഈ വാല്യൂ മൈനസ് ചെയ്തതാണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ള അപ്പർ ഡീവിയേഷൻ എന്താണെന്നുള്ളതാണ്. ഇറ്റ് ഈസ് ദ ആൾജിബ്രൈക് ഡിഫറൻസ് ബിറ്റ്വീൻ ദ മാക്സിമം ലിമിറ്റ് ഓഫ് സൈസ് ആൻഡ് ഇറ്റ്സ് കറസ്പോണ്ടിങ് ബേസിക് സൈസ്. അതായത് ഇതിൻ്റെ മാക്സിമം ലിമിറ്റ് ഓഫ് സൈസ് എന്ന് പറയുന്നത് ഈ 0.008 ആണ് വരുന്നത്. അതായത് 20.008. ഓക്കെ, അതിൽ നിന്ന് ആ 20 mm മൈനസ് ചെയ്യാൻ നേരത്താണ് നമുക്ക് അപ്പർ ഡീവിയേഷൻ കിട്ടുന്നത്. മാക്സിമം ലിമിറ്റ് ഓഫ് സൈസ് ആൻഡ് ഇറ്റ്സ് കറസ്പോണ്ടിങ് ബേസിക് സൈസ്. അതുപോലെ തന്നെ
ലോവർ ഡീവിയേഷൻ എന്ന് പറയുന്നത് ആൾജിബ്രൈക് ഡിഫറൻസ് ബിറ്റ്വീൻ മിനിമം ലിമിറ്റ് ഓഫ് സൈസ് ആൻഡ് ഇറ്റ്സ് കറസ്പോണ്ടിങ് ബേസിക് സൈസ്. അപ്പോൾ ഇതിൻ്റെ ലോവർ ഡീവിയേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഫിഗറിലോട്ട് ടേബിളിലോട്ട് നോക്കുമ്പോൾ മനസ്സിലാവും. ഈ 19.995 ആണ് അതിൻ്റെ മിനിമം ലിമിറ്റ് ഓഫ് സൈസ്. ആ മിനിമം ലിമിറ്റ് ഓഫ് സൈസിൽ നിന്ന് അതിൻ്റെ ബേസിക് സൈസ് ആയിട്ടുള്ള 20 മൈനസ് ചെയ്ത നേരത്ത് നമുക്ക് കിട്ടുന്ന ഈ വാല്യൂ -0.005 ആണ് അവിടെ ലോവർ ഡീവിയേഷൻ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ബോക്സിലുള്ള കാര്യം നോക്കാം. അപ്പർ ഡീവിയേഷൻ ഇസ് ദ ഡീവിയേഷൻ വിച്ച് ഗീവ്സ് മാക്സിമം ലിമിറ്റ് ഓഫ് സൈസ്. അപ്പോൾ അപ്പർ ഡീവിയേഷൻ എന്ന് പറയുന്നത് അതിന് മാക്സിമം ലിമിറ്റ് ഓഫ് സൈസ് തരുന്നതാണ്. ലോവർ ഡീവിയേഷൻ എന്ന് പറയുന്നത് ഡീവിയേഷൻ വിച്ച് ഗീവ്സ് ദ മിനിമം ലിമിറ്റ് ഓഫ് സൈസ്. ഇനിയുള്ളത് ആക്ച്വൽ ഡീവിയേഷൻ ആണ്. അപ്പോൾ ആക്ച്വൽ സൈസും കറസ്പോണ്ടിങ് ബേസിക് സൈസും തമ്മിലുള്ള ഡിഫറൻസിനെയാണ്, ആൾജിബ്രൈക് ഡിഫറൻസിനെയാണ് ആക്ച്വൽ ഡീവിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആക്ച്വലായിട്ട് നമ്മൾ കമ്പൗണ്ട് ചെയ്തെടുത്തു, മെഷർ ചെയ്തെടുത്തു. അപ്പോൾ അതിൻ്റെ ആ സൈസും കറസ്പോണ്ടിങ് ബേസിക് സൈസും ആയിട്ടുള്ളതാണ് ആക്ച്വൽ ഡീവിയേഷൻ. ചുമ്മാ ഡീവിയേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൽജിബ്രൈക് ഡിഫറൻസ് ബിറ്റ്വീൻ എ സൈസ് ടു കറസ്പോണ്ടിങ് ബേസിക് സൈസ്. ആ സൈസിൽ നിന്ന് ബേസിക് സൈസിലേക്കുള്ള ആൾജിബ്രൈക് ഡിഫറൻസ് ഡീവിയേഷൻ എന്ന് പറയും. ആക്ച്വൽ ഡീവിയേഷൻ എന്ന് വെച്ചാൽ ആക്ച്വൽ സൈസും കറസ്പോണ്ടിങ് ബേസിക് സൈസ് ആണെന്നും കൂടെ നോട്ട് ചെയ്ത് വെച്ചേക്കുക. പിന്നെ ക്വസ്റ്റ്യൻ പോയിന്റ് ഓഫ് വ്യൂ എപ്പോഴും ചോദിക്കാറുള്ളത് ടോളറൻസ്. ടോളറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ മാക്സിമം ലിമിറ്റ് ഓഫ് സൈസ് ആൻഡ് മിനിമം ലിമിറ്റ് ഓഫ് സൈസ്. ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ മാക്സിമം ലിമിറ്റ് ഓഫ് സൈസ് എന്ന് പറയുന്നത് 0.008 -0.005 ആണ്. അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് നിങ്ങളൊന്നും ചെയ്യേണ്ട, അത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ അതിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, ഇറ്റ് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ മാക്സിമം ലിമിറ്റ് ഓഫ് സൈസ് ആൻഡ് മിനിമം ലിമിറ്റ് ഓഫ് സൈസ്. ഇറ്റ് ഈസ് ഓൾവേസ് പോസിറ്റീവ് ആൻഡ് ഈസ് എക്സ്പ്രസ്ഡ് ഓൺലി ആസ് എ നമ്പർ വിത്തൗട്ട് എ സൈൻ. അപ്പോൾ അതെന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും എന്ന് ഓർക്കുക, അതിൽ സൈൻ ഒന്നും ഉണ്ടാകത്തില്ല. ഇപ്പം +0.05 -0.05 എന്നിട്ട് നിങ്ങളുടെ അടുത്ത് ചോദിക്കുവാണ് ടോളറൻസ് എത്രയാണെന്ന്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി. ഓക്കെ, എന്ന് പറയുന്നത് 0.1 ആയിരിക്കും. അത് അല്ലാതെ നമുക്കിപ്പോൾ 20 വന്നിട്ടുണ്ടായിരിക്കും. 20ൽ നിന്ന് ഈ 0.05 ആഡ് ചെയ്ത് 19.95, പിന്നെ അതിൽ നിന്ന് കുറച്ച് ആ രീതിയിലൊന്നും കാണണ്ട. ജസ്റ്റ് ഈ ടോളറൻസ് ഏതാണോ തന്നിരിക്കുന്നത് അത് രണ്ടും കൂടെ ആഡ് ചെയ്യുക, അത്രേ നമുക്ക് ചെയ്യാനുള്ളൂ. പിന്നെ പറയാനുള്ളത് സീറോ ലൈനാണ്. നേരത്തെ പറഞ്ഞായിരുന്നു ഇൻ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ എബോവ് ടേംസ് സീറോ ലൈൻ റെപ്രസെൻറ്റ്സ് ബേസിക് സൈസ്. അപ്പോൾ നമ്മൾ ഒരു ഡ്രോയിങ്ങിൽ വരയ്ക്കാൻ നേരത്ത് അതിൻ്റെ സീറോ ലൈൻ എന്ന് പറയുന്നത് അതിനെ ബേസിക് സൈസിനായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദിസ് ലൈൻ ഈസ് ഓൾസോ കോൾഡ് ആസ് ദ ലൈൻ ഓഫ് സീറോ ഡീവിയേഷൻ. അതിനെ ലൈൻ ഓഫ് സീറോ ഡീവിയേഷൻ എന്നാണ് പറയുന്നത്. അവിടെ ഡീവിയേഷൻ ഒന്നും തന്നെ ഉണ്ടാവില്ല. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ടത് ഫണ്ടമെൻ്റൽ ഡീവിയേഷനെ കുറിച്ചാണ്. ഫണ്ടമെൻ്റൽ ഡീവിയേഷൻ എന്ന് പറയുന്നത് 25 ഫണ്ടമെൻ്റൽ ഡീവിയേഷൻസ് ആണ് നമുക്കുള്ളത് ഇൻ BAS സിസ്റ്റം, റെപ്രസെൻറ്റഡ് ബൈ ലെറ്റർ സിമ്പിൾസ്. ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആയിരിക്കും ഹോളിന്. ഇപ്പോൾ ഹോൾ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആയിട്ടായിരിക്കും. ഓക്കെ, ആൻഡ് സ്മോൾ ലെറ്റേഴ്സ് ഫോർ ഷാഫ്റ്റ്. സ്മോൾ ലെറ്റേഴ്സ് ആയിരിക്കും ഷാഫ്റ്റിന് വരിക. ഓക്കെ, ഇപ്പം പ്രധാനമായിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് H7 ബാർ G6. ഇതിൽ H എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിക്കാം. ഓക്കെ, അത് ഹോളാണോ ഷാഫ്റ്റ് ആണോ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ G കാണിച്ചിട്ട് ഇത് ഏതാണെന്ന് ചോദിക്കാം. ആ രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഫണ്ടമെൻ്റൽ ഡീവിയേഷൻ 25 ഫണ്ടമെൻ്റൽ ഡീവിയേഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ഏതൊക്കെ നമ്പറാണ് ഉള്ളതെന്ന് നോക്കാം. ഇപ്പം ABCD അപ് ടു Z വരെ ഉണ്ട്. അതിൽ ILO QW എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ കുറച്ച് ലെറ്റേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇൻ അഡീഷൻ ടു എബോവ് 4 സെറ്റ്സ് ഓഫ് ലെറ്റേഴ്സ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. JS, ZA, ZB, ZC എന്ന് പറയുന്നത് ഹോളിനാണ്. ഓക്കെ, പിന്നെ ഫോർ ഫൈൻ മെക്കാനിസം CD, EF ആൻഡ് FG ആർ ആഡഡ്. ഫൈൻ മെക്കാനിസത്തിന് CD, EF, FG ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഫോർ ഷാഫ്റ്റ് ഇതേപോലെ തന്നെ 25 ലെറ്റേഴ്സ് ആണുള്ളത്. അതെല്ലാം സ്മോൾ ലെറ്റേഴ്സ് ആയിരിക്കും. പിന്നെ നമുക്ക് ടോളറൻസിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത് വേറൊരു കാര്യമാണ്. ഈ ടോളറൻസിനെ യൂണിലാറ്ററൽ, ഓക്കെ, പോയിന്റ് നോട്ട് ചെയ്യുക, യൂണിലാറ്ററൽ സിസ്റ്റം എന്നും ബൈലാറ്ററൽ സിസ്റ്റം എന്നും രണ്ട് രീതിയിൽ
പറയാം. ഇപ്പോൾ ഈ ഫിഗർ, ഈ ടോളറൻസ് റേഞ്ച് നമ്മൾ നോക്കുക. അപ്പോൾ ഇതിലെന്ന് പറയുന്നത് രണ്ട് സൈഡിലേക്കും ഡീവിയേഷൻ പോയിട്ടുണ്ട്. അതായത് പോസിറ്റീവായിട്ടും പോയിട്ടുണ്ട്, നെഗറ്റീവായിട്ടും പോയിട്ടുണ്ട്. ഇതിനെ ബൈലാറ്ററൽ സിസ്റ്റം എന്ന് പറയും. ഇപ്പം സെക്കൻഡ് കേസ് എടുക്കാൻ നേരത്ത് ഒരേ ഡയറക്ഷൻ ആയിരിക്കും. പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് തന്നെ ആയിരിക്കും. 0.028 പ്ലസ് 0.007. ഓക്കെ. അപ്പോൾ അതിലെന്ന് പറയുന്നത് ഒരേ ഡയറക്ഷനിലായതുകൊണ്ട് അതിനെ യൂണിലാറ്ററൽ സിസ്റ്റം എന്നും കൂടെ അറിയപ്പെടും. ഇപ്പോൾ തേർഡ് കേസ് എടുക്കാൻ നേരത്ത് ഇതേപോലെ തന്നെ നെഗറ്റീവ് ആണ്. രണ്ടും ഒരേ സൈഡിലേക്കാണ് ഡീവിയേറ്റ് ചെയ്തിട്ടുള്ളത്. 20 മൈനസ് 0.12 20 മൈനസ് 0.021. അപ്പോൾ അതിൻ്റെ മാക്സിമം മിനിമം ലിമിറ്റ് എന്ന് പറയുന്നത് ഒരേ ഡയറക്ഷനിലാണ്. അപ്പോൾ അത്തരം സിസ്റ്റത്തിന് നമ്മൾ ടോളറൻസ് റേഞ്ചിനെ യൂണിലാറ്ററൽ സിസ്റ്റം എന്നായിരിക്കും പറയുന്നത്. ഇപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് ഡൗട്ട് വരുന്നത്, ഇപ്പോൾ ഇതിൽ 20 പ്ലസ് 0.00 ഓക്കെ പ്ലസ് ഇവിടെ 0 വന്നിട്ട് 0.01 ആ രീതിയിൽ വന്നു കഴിഞ്ഞാൽ അതിനെ ഇപ്പോൾ ഡയറക്ഷൻ നമുക്ക് നോക്കാൻ നേരത്ത് പോസിറ്റീവായിട്ട് കണക്കാക്കാം. അപ്പോൾ അതിനെ യൂണിലാറ്ററൽ സിസ്റ്റം എന്നായിരിക്കും പറയുന്നത്. ഓക്കെ. ഇതേപോലെ തന്നെ ഈ 20 എന്ന് പറയുന്നത് 0 എന്ന് പറയുന്നത് 20, അതിൻ്റെ അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് 0.0 മൈനസ് 0.021 ഈ രീതിയിൽ വന്നാലും അതിനെ യൂണിലാറ്ററൽ സിസ്റ്റം എന്നായിരിക്കും പറയുന്നത്. ഓക്കെ. ഇതിനെ യൂണിലാറ്ററൽ സിസ്റ്റം എന്നായിരിക്കും പറയുന്നത് 0 വന്നു കഴിഞ്ഞാൽ. ഓക്കെ. അപ്പോൾ ആ കാര്യം കൂടെ ഒന്ന് ജസ്റ്റ് ബൈലാറ്ററൽ യൂണിലാറ്ററൽ എന്താണെന്ന് കൂടെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. പിന്നെ ടോളറൻസ് ചോദിക്കുവാണെങ്കിൽ നിങ്ങളിതിൽ 20 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാനൊന്നും പോകേണ്ട, ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ മതി. ഓക്കെ. അതിപ്പം സൈൻ ഒന്നും നോക്കുകയൊന്നും വേണ്ട. ഇനി നമുക്ക് പഠിക്കാനുള്ളത് പൊസിഷൻ ഓഫ് ദി ടോളറൻസ് സോൺ വിത്ത് റെസ്പെക്ട് ടു ദ സീറോ ലൈൻ ഈസ് ഷോൺ ഇൻ ഫിഗർ. ഇപ്പോൾ ഇതെന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ ഡീവിയേഷൻ ഹോൾസിൻ്റെ ഒരു സീറോ ലൈനും അതിൻ്റെ ടോളറൻസ് സോണുമാണ് കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് എ എന്ന് പറയുന്ന ലെറ്ററിൽ നിന്ന് ഇസഡ് സി വരെയാണ്. അപ്പോൾ ഈ ബേസിക് സൈസിൽ നിന്ന് എ എന്ന് പറയുന്ന ലെറ്റർ ഈ ഹോളിൻ്റെ സൈസ് കൂടുതലായിരിക്കും എന്ന് മനസ്സിലാക്കുക. ABCDEFG H വരാൻ നേരത്തെ അവിടെ ബേസിക് സൈസിൻ്റെ ലെവലിലായിരിക്കും. പിന്നെ ഇതിനിടക്കാണ് H കഴിഞ്ഞ് J ആണുള്ളത്. ആ ജെയുടെ ഇടക്ക് JS എന്ന് പറഞ്ഞൊരു ടോളറൻസ് സോൺ കൂടെ ഉണ്ട്. അത് കഴിഞ്ഞ് KM എന്ന് പറയുന്നത് അതിന് താഴത്തായിട്ട് വരും. പിന്നെ ഈ ഹോളിൻ്റെ സൈസ് എല്ലാം നോക്കാൻ നേരത്ത് താഴത്തോട്ട് പോകും തോറും ഈ ഹോളിൻ്റെ സൈസ് എന്ന് പറയുന്നത്, ടോളറൻസ് സോൺ എന്ന് പറയുന്നത് ബേസിക് സൈസിൽ നിന്ന് നേരത്തെ പറഞ്ഞ നെഗറ്റീവ് വാല്യൂസില്ലേ അതായിരിക്കും എന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഓക്കെ. അതായത് NPRST UVW XYZ ZA ZB ZC. അപ്പോൾ അതുപോലെയാണ് നമ്മൾ ഇത് ക്ലിയറൻസ് ഫിറ്റ് ആണോ, ടോളറൻസ് ഫിറ്റ് ആണോ, ക്ലിയറൻസ് ഫിറ്റ് ആണോ, ഇൻ്റർഫറൻസ് ഫിറ്റ് ആണോ എന്നൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ സീറോ ലൈനിൽ നിന്ന് മുകളിലേക്കുള്ളത് അത് ഹോളിൻ്റെ സൈസ് കൂടുതലായിരിക്കും, താഴേക്ക് വരാൻ നേരത്ത് ഹോളിൻ്റെ സൈസ് കുറവായിരിക്കും. ഇനി ഷാഫ്റ്റിൻ്റെ കേസിൽ ഇത് നേരെ തിരിച്ചായിരിക്കും. ഇപ്പോൾ ഷാഫ്റ്റിൻ്റെ കേസ് എടുക്കാൻ നേരത്ത് സ്മോൾ ലെറ്ററാണ് അവിടെ വരുന്നത്, ഫണ്ടമെൻ്റൽ ഡീവിയേഷൻ ഓഫ് ഷാഫ്റ്റ്. സീറോ ലൈൻ ഇതാണ്. ഈ ABCD നേരത്തെ പോലെ തന്നെ H വരാൻ നേരത്തെ അവിടെ ബേസിക് സൈസിൽ വന്ന് മുട്ടുന്നുണ്ട്. പിന്നെ JS ഉണ്ട്, JK അത് തൊട്ട് ZC വരെ ആ ഷാഫ്റ്റിൻ്റെ സൈസ് ഇവിടെ കൂടുകയാണ്, ഇവിടെ ഷാഫ്റ്റിൻ്റെ സൈസ് കുറവാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ. ഫണ്ടമെൻ്റൽ ഡീവിയേഷൻസ് ആർ ഫോർ അച്ചീവിങ് ഡിഫറെൻറ്റ് ക്ലാസ് ഓഫ് ഫിറ്റ്. ഈ ഫണ്ടമെൻ്റൽ ഡീവിയേഷൻസ് എന്ന് പറയുന്നത് നമുക്ക് ഡിഫറെൻറ്റ് ക്ലാസ് ഓഫ് ഫിറ്റ്സ് അച്ചീവ് ചെയ്യാനാണ്. പ്രധാനമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ക്ലിയറൻസ് ഫിറ്റ്, ട്രാൻസിഷൻ ഫിറ്റ്, ഇൻ്റർഫറൻസ് ഫിറ്റ്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ടത് ഫണ്ടമെൻ്റൽ ടോളറൻസ് ആണ്. ഫണ്ടമെൻ്റൽ ഡീവിയേഷൻ നമ്മൾ പഠിച്ചു, ഈ 25 നമ്പേഴ്സാണ്, PYQ ആണ്, നോട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഫണ്ടമെൻ്റൽ ടോളറൻസ് എന്ന് പറയുന്നത് 18 ഗ്രേഡ്സ് ആണ്. അതെന്ന് പറയുന്നത് IT01 തൊട്ട് IT16 വരെയുണ്ട്. IT01, IT0, IT1 തൊട്ട് IT16 വരെയാണ്. ഇതിനെ പറയുന്ന പേര്, ഫണ്ടമെൻ്റൽ ടോളറൻസിനെ പറയുന്ന മറ്റൊരു പേര് ഗ്രേഡ് ഓഫ് ടോളറൻസ് ആണ്. ഇൻ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ദർ ആർ 18 ഗ്രേഡ്സ് ഓഫ് ടോളറൻസ് ആണ് represented by number and number symbols both for hole and shaft. A high number gives a large tolerance zone. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഹൈ നമ്പർ എന്ന് പറയുന്നത് അത് ലാർജ് ടോളറൻസ് സോൺ ആയിരിക്കും കാണിക്കുന്നത്.
പിന്നെ ഈ ഫിഗറിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഈ IT01 തൊട്ട് IT5 വരെ IT01 തൊട്ട് IT5 വരെ ഗേജസ് ആയിരിക്കും. ഓക്കെ, IT6 തൊട്ട് IT11 വരെ അതെന്ന് പറയുന്നത് ഫിറ്റ്സ് ആയിരിക്കും. 12 തൊട്ട് 16 വരെ കോഴ്സ് ടോളറൻസ് ആയിരിക്കും എന്നും മനസ്സിലാക്കി വെച്ചേക്കുക. അപ്പോൾ ഈ വാല്യൂ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. IT01 തൊട്ട് IT5 വരെ ഗേജസിൻ്റെ ആണ് ടോളറൻസ് വരുന്നത്. പിന്നെ ഫിറ്റ്സിൻ്റെ വരുന്നത് 6 തൊട്ട് 11 വരെയാണെന്ന് ഓർക്കുക. 12 തൊട്ട് 16 വരെ കോഴ്സ് ടോളറൻസ് ആയിരിക്കും. ഓക്കെ, വലിയൊരു ടോളറൻസ് റേഞ്ച് ആയിരിക്കും അവിടെ വരുന്നത്. ഗേജസ് എന്നൊക്കെ പറയുന്നത് നമ്മൾ ആക്യുറേറ്റ് ആയിട്ടായിരിക്കും മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ ഈ ലിമിറ്റ് എന്ന് പറയുന്നത് ടോളറൻസ് സോൺ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ദ ഗ്രേഡ് ഓഫ് ടോളറൻസ് റെഫേഴ്സ് ടു ദ ആക്യുറസി ഓഫ് ദ മാനുഫാക്ചർ. അപ്പോൾ നമ്മൾ എത്രത്തോളം ആക്യുറസിയിലാണ് ഈ കമ്പൗണ്ട് ഉണ്ടാക്കുന്നതെന്ന് ഈ ഗ്രേഡ് ഓഫ് ടോളറൻസ് വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. IT01 എന്ന് പറയുന്നത് ക്ലോസ് ടോളറൻസ് ആയിരിക്കും. അതേപോലെ IT16 എന്ന് പറയുന്നത് കോഴ്സ് ടോളറൻസ് ആയിരിക്കും. അതായത് ടോളറൻസ് അവിടെ ഒരുപാട് കൂടുതലായിരിക്കും. ഇൻ എ സ്റ്റാൻഡേർഡ് ചാർട്ട് ദ അപ്പർ ആൻഡ് ലോവർ ഡീവിയേഷൻസ് ഫോർ ഈച്ച് കോമ്പിനേഷൻ ഓഫ് ഫണ്ടമെന്റൽ ഡീവിയേഷൻ ആൻഡ് ഫണ്ടമെന്റൽ ടോളറൻസ് ആർ ഇൻഡിക്കേറ്റഡ് ഫോർ സൈസസ് റേഞ്ചിങ് അപ് ടു 500 mm. ഇപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ചാർട്ടിൽ ഈ അപ്പറും ലോവർ ഡീവിയേഷൻസ് ഫോർ ഈച്ച് കോമ്പിനേഷൻ ഫണ്ടമെന്റൽ ഡീവിയേഷൻ ആൻഡ് ഫണ്ടമെന്റൽ ടോളറൻസ് ആർ ഇൻഡിക്കേറ്റഡ് ഫോർ സൈസ് 500 mm വരെയുള്ള സൈസ് നോട്ട് ചെയ്യുക. 500 mm വരെയുള്ള സൈസസിൻ്റെ അപ്പറും ലോവർ ഡീവിയേഷനുടെയും കോമ്പിനേഷനാണ് ഫണ്ടമെന്റൽ ഡീവിയേഷൻ ആൻഡ് ഫണ്ടമെന്റൽ ടോളറൻസ് ആർ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ആ ഹോളിന് അല്ലെങ്കിൽ ഷാഫ്റ്റിൻ്റെ സൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 500 mm ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചേക്കുക. പിന്നെ അടുത്തത് ടോളറൻസ് സൈസാണ്. ദിസ് ഇൻക്ലൂഡ്സ് ദ ബേസിക് സൈസ്, ഫണ്ടമെന്റൽ ഡീവിയേഷൻ ആൻഡ് ഗ്രേഡ് ഓഫ് ടോളറൻസ്. ഈ ടോളറൻസിൻ്റെ സൈസ് എന്ന് പറയുന്നത് ബേസിക് സൈസ് ഉണ്ടാകും, അതിൽ ഫണ്ടമെന്റൽ ഡീവിയേഷനും ഗ്രേഡ് ഓഫ് ടോളറൻസും കാണിക്കും. എക്സാമ്പിൾ 25H7 ടോളറൻസ് സൈസ് ഓഫ് എ ഹോൾ ഹൂസ് ബേസിക് സൈസ് എന്ന് പറയുന്നത് 25 ആണ്. ഫണ്ടമെന്റൽ ഡീവിയേഷൻ ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദ ലെറ്റർ സിമ്പിൾ H ആൻഡ് ദ ഗ്രേഡ് ഓഫ് ടോളറൻസ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദ നമ്പർ സിമ്പിൾ 7. അപ്പോൾ ഈ ഗ്രേഡ് ഓഫ് ടോളറൻസ് എന്ന് പറയുന്നത് ഈ 7 ആണ്. ഇപ്പം ഈ ഹോളിൻ്റെ ആ 25 mm ഡയുള്ള ഹോളിൻ്റെ 7 ആണ് അതിൻ്റെ ടോളറൻസ്. ഓക്കെ, ഗ്രേഡ് ഓഫ് ടോളറൻസ് കൊടുത്തിട്ടുള്ളത്. ഇനി 25E8 എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അതെന്ന് പറയുന്നത് ഷാഫ്റ്റിൻ്റെ ആണെന്ന് മനസ്സിലായി. എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ ആണ്. അപ്പോൾ അതിൻ്റെ ബേസിക് സൈസ് എന്ന് പറയുന്നത് 25 ആണ്. ഫണ്ടമെന്റൽ ഡീവിയേഷൻ എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ ആണ്. ഗ്രേഡ് ഓഫ് ടോളറൻസ് എന്ന് പറയുന്നത് നമ്പർ 8 ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിൽ നിന്ന് ബേസിക് ആയിട്ട് മനസ്സിലാക്കി വെക്കുക. പിന്നെ എ വൈഡ് റേഞ്ച് ഓഫ് സെലക്ഷൻ ക്യാൻ ബി മെയ്ഡ് ബൈ ദ കോമ്പിനേഷൻ ഓഫ് 25 ഫണ്ടമെന്റൽ ഡീവിയേഷൻസ് ആൻഡ് 18 ഗ്രേഡ്സ് ഓഫ് ടോളറൻസ്. അപ്പോൾ നമുക്ക് ഈ 25 ഫണ്ടമെന്റൽ ഡീവിയേഷൻ ഉണ്ട്, 18 ഗ്രേഡ്സ് ഓഫ് ടോളറൻസും ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് വൈഡ് റേഞ്ച് ഓഫ് കോമ്പിനേഷനിൽ ഈ പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാൻ പറ്റും. ഇൻ ഫിഗർ 13 hole is shown is 25 plus or minus 0.2, which means that 25 mm is the basic dimension and plus or minus 2 is the deviation. And deviation ആയിട്ട് പറയുന്നത് ആ plus or minus 2 ആണ്. As pointed out earlier, permissible variation from the basic dimension is called deviation. അതായത് ബേസിക് സൈസിൽ നിന്നുള്ള അതിന് പെർമിസിബിൾ ആയിട്ടുള്ള വേരിയേഷൻ, അതായത് എത്ര വരെ പോകാം, അതിനെ പറയുന്ന പേരാണ് ഡീവിയേഷൻ. ഡീവിയേഷൻ ഈസ് മോസ്റ്റ്ലി ഗിവൻ ഓൺ ദ ഡ്രോയിങ് വിത്ത് ദ ഡയമെൻഷൻ. ഇപ്പോൾ 25 പ്ലസ് ഓർ മൈനസ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലസ് ഓർ മൈനസ് 2 എന്ന് പറയുന്നത് അതിൻ്റെ ഡീവിയേഷൻ ഓഫ് ദ ഹോൾ ഓഫ് 25 mm ഡയമീറ്റർ ആണ്. ദിസ് മീൻസ് ദാറ്റ് ദ ഹോൾ ഈസ് അക്സെപ്റ്റബിൾ സൈസ് ഇഫ് ഇറ്റ്സ് ഡയമെൻഷൻ ഈസ്, അതായത് 25.2 ആണെങ്കിൽ അക്സെപ്റ്റബിൾ ആണ്, അതുപോലെ തന്നെ 24.8 ആണെങ്കിലും അക്സെപ്റ്റബിൾ ആണ്. ഇപ്പോൾ ഈ 25.2 നമ്മൾ നേരത്തെ നോക്കിയത് അതിന് മാക്സിമം ലിമിറ്റ് എന്നാണ് പറയുന്നത്. 24.8 എന്ന് പറയുന്നത് അതിനെ മിനിമം ലിമിറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ആ ഹോളിൻ്റെ രണ്ട് ഹോളിൻ്റെ ഫിഗറാണ് ഈ കാണിച്ചിരിക്കുന്നത്, 25.2ഉം 24.8. ദ ഡിഫറൻസ് ബിറ്റ്വീൻ മാക്സിമം ആൻഡ് മിനിമം ലിമിറ്റ് ഈസ് ദ ടോളറൻസ്. അപ്പോൾ ഈ മാക്സിമം ലിമിറ്റും മിനിമം ലിമിറ്റും തമ്മിലുള്ള അതിൻ്റെ ഡിഫറൻസിനെയാണ് ടോളറൻസ് എന്ന് പറയുന്നത്. ഈ ടോളറൻസ് എന്ന് പറയുന്നത് 0.4 ആണ്. അതായത് പ്ലസ് ഓർ മൈനസ് 0.2 വന്നു കഴിഞ്ഞാൽ അത് ഡബിൾ ചെയ്യുക 0.4. ഓക്കെ, അത് നമുക്ക് ഈ 24 പോയിൻറ്റ് സംതിങ് ഇട്ട് മൈനസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതിന് വരെ ഒരു 0.12 അല്ലെങ്കിൽ മൈനസ് 0.11 ഈ 23 mm. ഓക്കെ, 0.23 mm ഇതായിരിക്കും അതിൻ്റെ ടോളറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ വെറുതെ 25 നിന്ന് അല്ലെങ്കിൽ തന്നിരിക്കുന്ന വാല്യൂ നിന്ന് അത് മൈനസ് ചെയ്തിട്ട് പിന്നെ മൈനസ് ചെയ്യാനൊന്നും നിൽക്കേണ്ട, ഡയറക്റ്റ് കൂട്ടിയാൽ മതി. പിന്നെ ഓൾ ഡയമെൻഷൻസ് ഓഫ് ദ ഹോൾ വിത്തിൻ ദ ടോളറൻസ് സോൺ ആർ
ആക്സെപ്റ്റബിൾ സൈസ്. അപ്പോൾ ഈ ടോളറൻസ് സോൺ എന്ന് പറയുന്നത് ഇപ്പോൾ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിനെയാണ് ഈ ടോളറൻസ് സോൺ എന്ന് പറയുന്നത്. ഓൾ ഡയമെൻഷൻസ് ഓഫ് ദ ഹോൾ വിത്തിൻ ദ ടോളറൻസ് സോൺ ആർ ആക്സെപ്റ്റബിൾ സൈസ്. അപ്പോൾ ഈ ഹോളിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ഈ ടോളറൻസ് സോണിൻ്റെ ഇടക്കാണെങ്കിൽ അത് ആക്സെപ്റ്റബിൾ സൈസാണ്. അപ്പോൾ അതിന് പുറത്ത് പോവുകയാണെങ്കിൽ അത് acceptable അല്ല. ആസ് പെർ IS 696, while dimensioning the compound as a drawing convention, deviations are expressed as tolerance. അപ്പോൾ ഈ ഡീവിയേഷൻസ് നമ്മൾ ടോളറൻസ് ആയിട്ടാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഇനി ഫിറ്റ്സ് എന്താണ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്താണെന്നാണ് നോക്കുന്നത്. ഇപ്പോൾ ഫിറ്റ് എന്ന് പറയുന്നത് ഈസ് എ റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് ബിറ്റ്വീൻ ടു മേറ്റിംഗ് പാർട്സ്, ഹോൾ ആൻഡ് ഷാഫ്റ്റ് വിത്ത് റെസ്പെക്ട് ടു ദെയർ ഡയമെൻഷണൽ ഡിഫറൻസ് ബിഫോർ അസംബ്ലി. ഇപ്പോൾ അസംബ്ലി ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഈ ഹോളും ഷാഫ്റ്റും തമ്മിലുള്ള അല്ലെങ്കിൽ ഒരു 2 മേറ്റിംഗ് പാർട്സിൻ്റെ അതിനിടയ്ക്കുള്ള ആ റിലേഷൻഷിപ്പിനെയാണ് ഫിറ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് ടൈറ്റ്നെസ് അല്ലെങ്കിൽ ഓർ ലൂസിനെസ്, ഇതിനെയാണ് ഫിറ്റ് എന്ന് പറയുന്നത്. ഈ രീതിയിലും ചോദിക്കാം. ഓക്കെ, ഡിഗ്രി ഓഫ് ഇറ്റ് ഈസ് എ ഡിഗ്രി ഓഫ് ടൈറ്റ്നെസ് ഓർ ലൂസിനെസ്, ആ രീതിയിലും ഫിറ്റിനെ ചോദിക്കാം. എക്സ്പ്രഷൻ ഓഫ് എ ഫിറ്റ്. A fit is expressed by writing the basic size of the fit first. The basic size which is common to both the hole and the shaft. ആദ്യം നമ്മൾ ബേസിക് സൈസ് എഴുതുന്നു. അതെന്ന് പറയുന്നത് ഷാഫ്റ്റിനും ഹോളിനും സെയിം ആയിരിക്കും. ഫോളോഡ് ബൈ ദ സിമ്പിൾ ഫോർ ദ ഹോള്. അത് കഴിഞ്ഞിട്ട് ഹോളിൻ്റെ സിമ്പിൾ എഴുതുന്നു H, ആൻഡ് ബൈ ദ സിമ്പിൾ ഫോർ ദ ഷാഫ്റ്റ്. എന്നിട്ട് ഷാഫ്റ്റിൻ്റെ സിമ്പിളും എഴുതുന്നു. ഇപ്പോൾ 30 ഏതൊക്കെ രീതിയിൽ എക്സ്പ്രസ് ചെയ്യാന്നുള്ളതാണ്. നമ്മൾ ഈ 30 H7 G6 പഠിക്കും. ഓക്കെ, ഈ ബാർ ഇട്ടിട്ടുള്ള 30 H7 -G6 ഈ രീതിയിൽ എക്സ്പ്രസ് ചെയ്യുന്നത് പഠിക്കത്തില്ല. ഇത് മൂന്നും കൂടെ ചോദിച്ചിട്ട് ഇതിലേതാണ് തെറ്റെന്നുള്ള രീതിയിൽ വേണമെങ്കിൽ ചോദിക്കാം. 30 കഴിഞ്ഞ തവണ KW ഗ്രേഡ് 3ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ ആ എക്സാമ്പിൾ ഒന്ന് ജസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കുക. 30 H7 G6, 30 H7 അത് കഴിഞ്ഞൊരു -G6 ഓർ 30 H7 ബാർ G6 ഈ രീതിയിൽ എക്സ്പ്രസ് ചെയ്യാമെന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ് ഫിറ്റിൽ ഫസ്റ്റ് ആണ് ക്ലിയറൻസ് ഫിറ്റ്. ക്ലിയറൻസ് എന്ന് പറയാൻ നേരത്തെ തന്നെ അറിയാം, അതിൽ ഹോളിൻ്റെ സൈസ് വലുതായിരിക്കും, ഷാഫ്റ്റിൻ്റെ സൈസ് ചെറുതായിരിക്കും. ഇൻ എ ഫിറ്റ് ക്ലിയറൻസ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സൈസ് ഓഫ് ദ ഹോൾ ആൻഡ് സൈസ് ഓഫ് ദ ഷാഫ്റ്റ് വിച്ച് ഈസ് ഓൾവേസ് പോസിറ്റീവ്. അതായത് ഈ ഹോളിൻ്റെ സൈസും ഷാഫ്റ്റിൻ്റെ സൈസും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് ക്ലിയറൻസ് എന്ന് പറയുന്നത്. അവിടെ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും ആ ക്ലിയറൻസ് എന്ന് ഓർക്കുക. അതായത് ഷാഫ്റ്റിൻ്റെ സൈസ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഷാഫ്റ്റിൻ്റെ ടോളറൻസ് സോണാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതായത് അതിൻ്റെ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും ആണ്. ഇതേപോലെ ഹോളിൻ്റെ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ആണ് ഈ കാണിച്ചിരിക്കുന്നത്. എപ്പോഴും ഈ ലോവർ ലിമിറ്റിൻ്റെ താഴെ ആയിരിക്കും ഷാഫ്റ്റിൻ്റെ അപ്പർ ലിമിറ്റ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ബേസിക് സൈസ് ഇപ്പോൾ ഹോളിൻ്റെ താഴെ ആയിരിക്കും ഈ ഷാഫ്റ്റ് വന്നിരിക്കുന്നതെന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇപ്പോൾ ക്ലിയറൻസ് ഫിറ്റ് എന്ന് പറയുന്നത് ഈസ് എ ഫിറ്റ് വിച്ച് ഓൾവേസ് പ്രൊവൈഡ്സ് ക്ലിയറൻസ്. ക്ലിയറൻസ് ആയിരിക്കും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഹിയർ ദ ടോളറൻസ് സോൺ ഓഫ് ദ ഹോൾ വിൽ ബി എബോവ് ദ ടോളറൻസ് സോൺ ഓഫ് ദ ഷാഫ്റ്റ്. അപ്പോൾ ഈ ഹോളിൻ്റെ ടോളറൻസ് സോൺ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഹോളിൻ്റെ ടോളറൻസ് സോൺ എന്ന് പറയുന്നത് എപ്പോഴും ഷാഫ്റ്റിൻ്റെ ടോളറൻസ് സോണിന് മുകളിലായിരിക്കും. ഇത്രയും ഓർത്താൽ മതി. ഹോൾ എന്ന് പറയുന്നത് ഷാഫ്റ്റിനെക്കാട്ടി വലുതായിരിക്കും. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇത് ഹോളിൽ ഒരു ക്ലിയറൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഷാഫ്റ്റിൻ്റെ ഹോളിൻ്റെ ഇടയ്ക്ക്. എക്സാമ്പിളായിട്ട് പറയുന്നത് 20 H7 G6. With the fit given, we can find the deviations from the chart. For a hole 20 H7, we find the table plus 21. These numbers indicate the deviations in microns. 1 micrometer is equal to 0.001 mm. Limit of the hole are 20 plus 0.021. അപ്പോൾ അത് 20.021 mm എന്നും അതിനെ 20 ആയിരിക്കും അതിൻ്റെ മിനിമം ലിമിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ടേബിളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. നമുക്കത്രയും ഇതിലോട്ട് പോകണ്ട. ജസ്റ്റ് എക്സാമ്പിളായിട്ട് പറഞ്ഞിരിക്കുന്ന 20 H7 G6 20 H7 ഹോളെന്ന് പറയാൻ നേരത്ത് അതിൻ്റെ ടോളറൻസ് റേഞ്ച് വരുന്നത് 20 നേരത്തെ പറഞ്ഞ +0. ഓക്കെ, +0.021 അതാണെന്ന് ഓർക്കുക. പിന്നെ ഷാഫ്റ്റ്. For a shaft G6 we find the table -7 -20. അപ്പോൾ അതെന്ന് പറയുന്നത്
-0.007, അതേപോലെ തന്നെ 0.020 ആയിരിക്കും. അപ്പോൾ അതിൻ്റെ മാക്സിമം ലിമിറ്റും മിനിമം ലിമിറ്റുമാണ് കാണിച്ചിരിക്കുന്നത്. ഇനി മാക്സിമം ക്ലിയറൻസ്, നമുക്ക് ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയയാണ്. മാക്സിമം ക്ലിയറൻസ് എന്താണെന്ന് ചോദിക്കും. ഇൻ എ ക്ലിയറൻസ് ഫിറ്റ് ഓർ ട്രാൻസിഷൻ ഫിറ്റ് ഇറ്റ് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ മാക്സിമം ലിമിറ്റ് ഓഫ് ഹോൾ ആൻഡ് മിനിമം ലിമിറ്റ് ഓഫ് ഷാഫ്റ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോൾ എന്ന് വെക്കുക. ഇത് നമ്മുടെ ഷാഫ്റ്റ്. ഇതാണ് അതിൻ്റെ ടോളറൻസ് സോൺ വരുന്നത്. ഓക്കെ, ഇതാണ് അതിൻ്റെ മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത്. ഇതാണ് ഷാഫ്റ്റിൻ്റെ മിനിമം ലിമിറ്റ്. അതിനെയാണ് ഈ മാക്സിമം ക്ലിയറൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മാക്സിമം ഹോൾ ആൻഡ് മിനിമം ഷാഫ്റ്റ്. ഇപ്പം 20.05 ആണ് മാക്സിമം എന്ന് ഓർക്കുക. അപ്പം ഹോളിൻ്റെ സൈസ് പറയുന്നത് 19.95 ആണെന്ന് ഓർക്കുക. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് ആയിരിക്കും ഈ ക്ലിയറൻസ് അല്ലെങ്കിൽ ട്രാൻസിഷൻ ഫിറ്റിൻ്റെ മാക്സിമം എന്ന് പറയുന്നത്. ഇനി മിനിമം ക്ലിയറൻസ് എന്ന് പറയുന്നത്, ഓക്കെ, മിനിമം ക്ലിയറൻസ് ഇൻ എ ക്ലിയറൻസ് ഫിറ്റ് ഇറ്റ് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ദ മിനിമം ഹോൾ ആൻഡ് ദ മാക്സിമം ഷാഫ്റ്റ്. ഇതാണ് ഷാഫ്റ്റിൻ്റെ മിനിമം എന്ന് പറയുക, ഹോളിൻ്റെ മിനിമം. ഇതാണ് മുകളിൽ വരുന്നതാണ് ഷാഫ്റ്റിൻ്റെ മാക്സിമം. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് മിനിമം ക്ലിയറൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ മിനിമം ഹോളും മാക്സിമം ലിമിറ്റും ആയിട്ടുള്ള ആ ഡിഫറൻസിനാണ് മിനിമം ക്ലിയറൻസ് എന്ന് പറയുന്നത്. നമ്മൾ ഇത് ഫിഗർ വരച്ച് നോക്കി എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ മിനിമം ക്ലിയറൻസ് അതിൻ്റെ വാല്യൂ വെച്ച് ചെയ്തിരിക്കുന്നതാണ് കാണിച്ചിരിക്കുന്നത്. 19.93, 0.007. ഓക്കെ, അതിനെ മിനിമം ക്ലിയറൻസ് എന്ന് പറയും. ടോളറൻസ് എന്ന് പറയുന്നത് ഒരു പാർട്ടിൽ തന്നെ വരുന്നത് മൈനസ് ചെയ്യുന്നതാണ്. ഈ ക്ലിയറൻസ് എന്ന് പറയുന്നത് ഹോളിൻ്റെയും ഷാഫ്റ്റിൻ്റെയും ബേസിലാണ് മൈനസ് ചെയ്യുന്നതെന്ന് ഓർക്കുക. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ മാക്സിമം ക്ലിയറൻസിൻ്റെയും അതേപോലെ വാല്യൂ കാണിച്ചിരിക്കുന്നതാണ്. ദർ ഈസ് ഓൾവേസ് എ ക്ലിയറൻസ് ബിറ്റ്വീൻ ദ ഹോൾ ആൻഡ് ദ ഷാഫ്റ്റ്. ദിസ് ഈസ് ക്ലിയറൻസ് ഫിറ്റ്. അതുകൊണ്ടാണ് അതിനെ ക്ലിയറൻസ് ഫിറ്റ് എന്ന് പറയുന്നത്. ഹോളും ഷാഫ്റ്റും തമ്മിൽ എപ്പോഴും ഒരു ക്ലിയറൻസ് ഉണ്ടായിരിക്കും, അതായത് ഒരു ഗ്യാപ്പ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഷാഫ്റ്റ് എന്ന് പറയുന്നത് ഹോളിൻ്റെ താഴെയായിരിക്കും എപ്പോഴും വരുന്നത്. നെക്സ്റ്റ് കാണിച്ചിരിക്കുന്നത് അത് ഇൻ്റർഫറൻസ് ഫിറ്റിൻ്റെ ഫിഗറാണ്. അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾ കൺഫ്യൂഷൻ ആവണ്ട. നെക്സ്റ്റ് ഇൻ്റർഫറൻസ് ആണ്. ഇൻ്റർഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സൈസ് ഓഫ് ദ ഹോൾ ആൻഡ് ഷാഫ്റ്റ് ബിഫോർ അസംബ്ലി. ദിസ് ഈസ് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഹോളും ഷാഫ്റ്റും തമ്മിൽ ഇപ്പോൾ ഒരു വലിയ വാല്യൂ, ഈ ഹോൾ എന്ന് പറയുന്നത് ചെറിയ വാല്യൂ ആണ്. ഓക്കെ, ഒരു 5 mm ഉള്ള വാല്യൂ, ഇതെന്ന് പറയുന്ന ഒരു 8 mm ഉള്ള വാല്യൂ. അതായത് 5 നിന്ന് 8 മൈനസ് ചെയ്യാൻ നേരത്തെ എപ്പോഴും ഒരു നെഗറ്റീവ് വാല്യൂ ആയിരിക്കും ഇതിൽ വരുന്നത്. അതായത് ഇവിടെ എന്ന് പറയുന്നത് നെഗറ്റീവ് ക്ലിയറൻസ് ആയിരിക്കും വരുന്നത്. ഓക്കെ, ഡിഫറൻസ് ബിറ്റ്വീൻ ദ സൈസ് ഓഫ് ദ ഹോൾ ആൻഡ് ഷാഫ്റ്റ് ബിഫോർ അസംബ്ലി, ദിസ് ഈസ് നെഗറ്റീവ്. ഇൻ ദിസ് കേസ് ഷാഫ്റ്റ് ഈസ് ഓൾവേസ് ലാർജർ ദാൻ ദ ഹോൾ സൈസ്. ഈ ഹോളിനേക്കാളിൽ വലുതായിരിക്കും നമ്മുടെ ഇവിടുത്തെ ഷാഫ്റ്റ് എന്ന് പറയുന്നത്. ഇതാണ് ഹോളിൻ്റെ സൈസ് നോക്കാൻ നേരത്ത് മനസ്സിലാവും. ടോളറൻസ് സോണ് ഷാഫ്റ്റിൻ്റെ ടോളറൻസ് സോണിൽ നിന്ന് താഴെയാണ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുന്നത്, ഇത് എക്സാമ്പിൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇത് ഏത് ഫിറ്റ് ആണെന്നുള്ള രീതിയിൽ ചോദിക്കാം. ഇപ്പോൾ 25H7 P6 ആണ്. അപ്പോൾ ഈ P6 വരുന്നത് H7 എന്ന് പറയുന്നത് ഹോളിൻ്റെ ആണ്, P6 എന്ന് പറയുന്നത് ഷാഫ്റ്റിൻ്റെ ആണ്. അപ്പോൾ ഇവിടെ ഫിഗറിൽ നോക്കാൻ മനസ്സിലാവും ഹോളിൻ്റെ ടോളറൻസ് സോണിൻ്റെ മുകളിലാണ് ഷാഫ്റ്റ് വരുന്നത്. ദ ലിമിറ്റ്സ് ഓഫ് ഹോൾ ആർ 25 ആൻഡ് 25.021. നേരത്തെ പറഞ്ഞ തന്നെയാണ്. ആൻഡ് ദ ലിമിറ്റ്സ് ഓഫ് ദ ഷാഫ്റ്റ് എന്ന് പറയുന്നത് 25.022 ആൻഡ് 25.035. ഹോളിൻ്റെ സൈസിനെക്കാട്ടി വലുതാണ്. ഷാഫ്റ്റ് ഓൾവേസ് ബിഗർ ദാൻ ദ ഹോൾ. ദിസ് ഈസ് ആൻ ഇൻ്റർഫറൻസ് ഫിറ്റ്. അപ്പോൾ അതിനെ ഇൻ്റർഫറൻസ് ഫിറ്റ് എന്ന് പറയും. ഇനി മാക്സിമം ഇൻ്റർഫറൻസ്, നമ്മൾ നേരത്തെ മാക്സിമം ക്ലിയറൻസും മിനിമം ക്ലിയറൻസും പഠിച്ചായിരുന്നു. അതുപോലെ തന്നെ മാക്സിമം ഇൻ്റർഫറൻസ് വരുന്നത് എവിടെയാണ് നോക്കാം. ഇൻ ഇൻ്റർഫറൻസ് ഫിറ്റ് അല്ലെങ്കിൽ ട്രാൻസിഷൻ ഫിറ്റ് ഇറ്റ് ഈസ് ദ ഓൾജിബ്രൈക് ഡിഫറൻസ് ബിറ്റ്വീൻ ദ മിനിമം ഹോൾ ആൻഡ് ദ മാക്സിമം ഷാഫ്റ്റ്. ഈ ഹോളിൻ്റെ മിനിമം, ഇതാണ് ഹോളിൻ്റെ മിനിമം, ഷാഫ്റ്റിൻ്റെ മാക്സിമം. അപ്പോൾ ഇതിനെയാണ് മാക്സിമം ഇൻ്റർഫറൻസ് എന്ന് പറയുന്നത്. ഇനി മിനിമം ഇൻ്റർഫറൻസ് എന്ന് പറയാൻ നേരത്ത് ഈ ഹോളിൻ്റെ മാക്സിമം ഷാഫ്റ്റിൻ്റെ മിനിമം അത് തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും, ഓൾജിബ്രൈക് ഡിഫറൻസ് ആയിരിക്കും.
ഇൻ്റർഫറൻസ് വിത്ത് ഓൾജിബ്രൈക് ഡിഫറൻസ് ബിറ്റ്വീൻ മാക്സിമം ഹോൾ ആൻഡ് മിനിമം ഓഫ് ഷാഫ്റ്റ്. ഓക്കെ, അതിനെയാണ് മിനിമം ഇൻ്റർഫറൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ട്രാൻസിഷൻ ഫിറ്റിൻ്റെ ഓരോ ഫിഗറാണ് കൊടുത്തിട്ടുള്ളത്. ട്രാൻസിഷൻ ഫിറ്റ് എന്ന് പറയാൻ നേരത്ത് ഈ ഹോളും ഷാഫ്റ്റും അതിൻ്റെ ടോളറൻസ് സോണ് അതിൻ്റെ ഇടയ്ക്കായിട്ട് വരും. ഓക്കെ, ക്ലിയറൻസും അല്ല അതേപോലെ തന്നെ ഇൻ്റർഫറൻസും അല്ലാത്ത അവസ്ഥ. ഓക്കെ, പിന്നെ അതിൻ്റെ എക്സാമ്പിൾ കൊടുത്തിരിക്കുക മാക്സിമം ഇൻ്റർഫറൻസ് കാണുന്നത് മിനിമം ഇൻ്റർഫറൻസ് കാണുന്നത് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ട്രാൻസിഷൻ ഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫിറ്റ് വിച്ച് മേ സംടൈംസ് പ്രൊവൈഡ് ക്ലിയറൻസ് ആൻഡ് സംടൈംസ് ഇൻ്റർഫറൻസ്. വെൻ ദിസ് ക്ലാസ് ഓഫ് ഫിറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ഗ്രാഫിക്കലി ദ ടോളറൻസ് സോൺ ഓഫ് ദ ഹോൾ ആൻഡ് ഷാഫ്റ്റ് വിൽ ഓവർലാപ്പ് ഈച്ച് അതർ. ഈ ഫിറ്റ് എന്ന് പറയുന്നത് ചില സമയത്ത് ക്ലിയറൻസ് ആയിരിക്കാം, ചില സമയത്ത് ഇൻ്റർഫറൻസ് ആയിരിക്കാം. ദിസ് ഫിറ്റ് വിച്ച് മേ സംടൈംസ് പ്രൊവൈഡ് ക്ലിയറൻസ് ആൻഡ് സംടൈംസ് ഇൻ്റർഫറൻസ്. വെൻ ദിസ് ക്ലാസ് ഓഫ് ഫിറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ഗ്രാഫിക്കലി ദ ടോളറൻസ് സോൺ ഓഫ് ദ ഹോൾ ആൻഡ് ഷാഫ്റ്റ് ഓവർലാപ്പ് ഈച്ച് അതർ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ടോളറൻസ് ഹോളിൻ്റെ ടോളറൻസ് സോണും ഷാഫ്റ്റിൻ്റെ ടോളറൻസ് സോണും ഓവർലാപ്പ് ചെയ്യുക എന്ന് മനസ്സിലാക്കുക. ഇതൊരു ഹോളിൻ്റെ ടോളറൻസ് സോണാണ്, ഇത് ഷാഫ്റ്റിൻ്റെ ടോളറൻസ് സോണാണ്. നേരത്തെ അല്ല ഇതെല്ലാം താഴെയായിരുന്നു, ഇതേപോലെ ഓവർലാപ്പിംഗ് വരുന്നില്ലായിരുന്നു. ഓക്കെ, ഒന്നില്ലെങ്കിൽ ഇതിൻ്റെ താഴെയോ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലോ ആയിട്ടായിരുന്നു ഇത് നിന്നുകൊണ്ടിരുന്നത്. ആ ഫിഗറിലോട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഹോളും ഇതാണ് ഹോള്, അതിൻ്റെ ടോളറൻസ് സോണും ഷാഫ്റ്റിൻ്റെ ടോളറൻസ് സോണും ഏകദേശം ഒരു മിഡിലിൽ വന്ന് നിൽക്കുന്ന രീതിയിലാണ്. ഓക്കെ, അത്തരം ഫിറ്റിനെയാണ് നമ്മൾ ട്രാൻസിഷൻ ഫിറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് 75H8J7 ആണ്. ഓക്കെ, ലിമിറ്റ് ഓഫ് ദ ഹോൾ എന്ന് പറയുന്നത് 75 ആണ്. അതിൻ്റെ അകത്ത് മിനിമം ലിമിറ്റാണ് ഈ 75, മാക്സിമം 75.046 ആണ്. ഷാഫ്റ്റിൻ്റെത് 75.18ഉം 74.988ഉം ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇടക്കായിട്ട് വരും. ഇവിടുത്തെ മാക്സിമം ക്ലിയറൻസ് എന്ന് പറയുന്നത് ഈ ഹോളിൻ്റെ വലിയ വാല്യൂ ഇതാണ്. ഓക്കെ, അതേപോലെ തന്നെ ഈ ഷാഫ്റ്റിൻ്റെ മിനിമം വാല്യൂ ഇതാണ്. അത് തമ്മിൽ മൈനസ് ചെയ്യാൻ നേരത്ത് നമുക്ക് മാക്സിമം ക്ലിയറൻസ് കിട്ടും. ഇഫ് ദ ഹോൾ ഈസ് 75 ആൻഡ് ദ ഷാഫ്റ്റ് 75.018, ഷാഫ്റ്റ് ഈസ് 0.018 ബിഗ്ഗർ ദാൻ ദ ഹോൾ. ഇനി ഷാഫ്റ്റ് എന്ന് പറയുന്നത് 75.018 ആണെങ്കിൽ 0.018 ബിഗ്ഗർ ആയിരിക്കും ഹോളിനെ അപേക്ഷിച്ച് ഷാഫ്റ്റ്. ദിസ് റിസൾട്ട്സ് ഇൻ ഇൻ്റർഫറൻസ്. ഇതാണ് അവിടെ ഇൻ്റർഫറൻസ് ഉണ്ടാക്കുന്നത്. ദിസ് ഈസ് എ ട്രാൻസിഷൻ ഫിറ്റ് ബിക്കോസ് ഇറ്റ് ക്യാൻ റിസൾട്ട് ഇൻ എ ക്ലിയറൻസ് ഫിറ്റ് ഓർ ഇൻ്റർഫറൻസ് ഫിറ്റ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ക്ലിയറൻസും ഉണ്ടാകാം അതേപോലെ തന്നെ ഇൻ്റർഫറൻസും ഉണ്ടാകാമെന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് പഠിക്കാനുള്ള വേറൊരു ടോപ്പിക്കാണ് ഹോൾ ബേസിസ് സിസ്റ്റം, ഷാഫ്റ്റ് ബേസ് സിസ്റ്റം. അതെന്ന് പറയുന്നത് ഇൻ എ സ്റ്റാൻഡേർഡ് സിസ്റ്റം ഓഫ് ലിമിറ്റ് ആൻഡ് ഫിറ്റ്സ് where the size of the hole is kept constant and the size of the shaft is varied to get the different class of fits is known as the hole basis system. അതായത് ഇവിടെ നമ്മുടെ ഹോളിൻ്റെ സൈസ് ഒരു സ്ഥലത്ത് ബേസിക് സൈസിൽ ഇതാണ് നമ്മുടെ 0 ലൈൻ അവിടെ കീപ്പ് ചെയ്യുന്നു. അതിനുശേഷം ഇപ്പോൾ താഴത്തായിട്ട് വരുന്നു ഷാഫ്റ്റ് ഇതിനെ ക്ലിയറൻസ് ഫിറ്റ് എന്ന് പറയും. ഇനി ഇൻ്റർഫറൻസ് വരുന്നു. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഷാഫ്റ്റിൻ്റെ സൈസ് കൂടുതലായിരിക്കും. ഇനി ട്രാൻസിഷൻ എന്ന് പറയുന്നത് ഓക്കെ, ഇപ്പോൾ ട്രാൻസിഷൻ എന്ന് പറയുന്നത് ഈ രീതിയിലാണ് വരുന്നത്. ഒന്നില്ലെങ്കിൽ ഓവർലാപ്പ് ചെയ്ത് ഇങ്ങനെ കിടക്കും. ഓക്കെ, അപ്പോൾ ഓവർലാപ്പ് ചെയ്ത് കിടക്കും. ഓവർലാപ്പ് ചെയ്ത് കിടക്കും. ആ രീതിയിലാണ് ഈ ട്രാൻസിഷൻ ഫിറ്റ് വരുന്നത്, നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ ഇതിനകത്ത് ഹോൾ ബേസ് സിസ്റ്റത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ ഹോളിൻ്റെ ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് ഇതാണ് അതിൻ്റെ ലോവർ ലിമിറ്റ്. അതെപ്പോഴും ബേസിക് സൈസിലായിരിക്കും കീപ്പ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ 0 ലൈനിലായിരിക്കും കീപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ കാര്യം നോട്ട് ചെയ്യുക. ദ ഫണ്ടമെൻ്റൽ ഡീവിയേഷൻ സിമ്പിൾ H is chosen for the holes when the hole basis system is followed. This is because lower deviation of the hole H is 0. അപ്പോൾ ഈ ഹോളിൻ്റെ ലോവർ ഡീവിയേഷൻ 0 ആയിരിക്കും. അതായത് അവിടെ ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് ബേസിക് സൈസിൽ തന്നെയാണ് നമ്മൾ കീപ്പ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അവിടെ ലോവർ ഡീവിയേഷൻ 0 ആയിരിക്കും. ഇറ്റ് ഈസ് നോൺ ആസ് ബേസിക് ഹോൾ. അതുകൊണ്ട് തന്നെ ബേസിക് ഹോൾ എന്ന് പറയും. ഓക്കെ, താഴത്ത് കാണിച്ചിരിക്കുന്ന ഒരു ഷാഫ്റ്റ് ബേസ് സിസ്റ്റത്തിൻ്റെയാണ്. ഇപ്പോൾ 0 ലൈനിൽ ഇവിടെ ഷാഫ്റ്റിനെ കീപ്പ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ അപ്പർ ലിമിറ്റിലാണെന്ന് ഓർക്കുക. മറ്റേത് ലോവർ ലിമിറ്റിലായിരുന്നു. അപ്പോൾ ഇവിടെ അപ്പർ ഡീവിയേഷൻ ആയിരിക്കും 0 എന്ന് ഓർക്കുക.
ഷാഫ്റ്റിൻ്റെ ബേസിൽ. ഓക്കെ, ഷാഫ്റ്റ് ബേസ് സിസ്റ്റം. ഇനി സ്റ്റാൻഡേർഡ് സിസ്റ്റം ഓഫ് ലിമിറ്റ്സ് ആൻഡ് ഫിറ്റ്സ് where the size of the shaft is kept constant and variations are given to the hole for obtaining different class of fits, then it is known as shaft based system. അതിനെ പറയുന്ന പേരാണ് ഷാഫ്റ്റ് ബേസ്ഡ് സിസ്റ്റം. ഫണ്ടമെന്റൽ ഡീവിയേഷൻ h is chosen for the shaft when the shaft base is followed. This is because the upper deviation of the shaft is h is 0 is known as basic shaft. അപ്പോൾ നേരത്തെ പറഞ്ഞിരുന്നു അതിൻ്റെ അപ്പർ ഡീവിയേഷൻ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഈ പോയിന്റ് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ദ ഹോൾ ബേസ് സിസ്റ്റം ഈസ് ഫോളോഡ് മോസ്റ്റ്ലി. നമ്മൾ എപ്പോഴും ഫോളോ ചെയ്യുന്നത് ഹോൾ ബേസ് സിസ്റ്റം ആയിരിക്കും. ദിസ് ഈസ് ബിക്കോസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ക്ലാസ് ഓഫ് ഇറ്റ് വിൽ ബി ഓൾവേസ് ഈസിയർ ടു ഓൾട്ടർ ദ സൈസ് ഓഫ് ദ ഷാഫ്റ്റ് ബിക്കോസ് ഇറ്റ് ഈസ് എക്സ്റ്റേണൽ ബട്ട് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഡു മൈനർ ഓൾട്ടറേഷൻസ് ടു എ ഹോൾ. അതായത് എപ്പോഴും ഹോൾ ബേസിസ് സിസ്റ്റം ഫോളോ ചെയ്യാൻ കാരണം നമുക്ക് ഷാഫ്റ്റിൽ അതൊരു എക്സ്റ്റേണൽ ഫീച്ചർ ആയതുകൊണ്ട് എപ്പോഴും എന്തെങ്കിലും ഓൾട്ടറേഷൻ നടത്താനായിട്ട് സൈസിൽ പറ്റും. ഈ ഹോൾ എന്ന് പറയുന്നത് ഒരു ഇന്റേണൽ ഫീച്ചർ ആയതുകൊണ്ട് അത് മൈനർ ഓൾട്ടറേഷൻ നടത്താൻ പാടായിരിക്കും. Moreover, the hole can be produced by using standard toolings. ഈ ഹോൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ടൂളിങ്സ് വെച്ചായിരിക്കും. The three classes of fits both under the hole basis and shaft basis are illustrated in figure. അപ്പോൾ ഹോൾ ബേസ് സിസ്റ്റത്തിലെയും ഷാഫ്റ്റ് ബേസ് സിസ്റ്റത്തിലെയും ആ 3 ഫിറ്റും കാണിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ക്ലിയറൻസ് ഫിറ്റ് എന്ന് പറയുമ്പോൾ സാധാരണ വരുന്നത് ഇത് ഹോളിൻ്റെ ഇതാണ്, ഇത് ഷാഫ്റ്റ് താഴെയായിരിക്കും. ട്രാൻസിഷൻ ഫിറ്റ്, ഇൻ്റർഫറൻസ് ഫിറ്റ് എന്ന് പറയാൻ നേരത്ത് ഹോളിൻ്റെ മുകളിലായിരിക്കും ഷാഫ്റ്റ് വരുന്നത്. ട്രാൻസിഷൻ ഫിറ്റ് എന്ന് പറയുമ്പോൾ ഇതേപോലെ ഓവർലാപ്പ് ചെയ്തെടുക്കും ഹോളും ഷാഫ്റ്റ്. ഇപ്പോൾ ഡിസ്പോസിഷൻ ഓഫ് ടോളറൻസ് സോൺ ഫോർ ദ 3 ക്ലാസ് ഓഫ് ഫിറ്റ്. ഇപ്പോൾ ഹോൾ ബേസ് സിസ്റ്റത്തിലും ഷാഫ്റ്റ് ബേസ് സിസ്റ്റത്തിലും ഇപ്പോൾ ഈ ഫിഗർ വന്നിട്ട് ഇത് ഏത് സിസ്റ്റം ആണെന്ന് വേണേൽ ചോദിക്കാം. ഇപ്പോൾ ഇതാണ് നമ്മുടെ 0 ലൈൻ. ഇതെന്ന് പറയുന്നത് ടോളറൻസ് സോൺ ഹോളിൻ്റെ ആണ്. ഓക്കെ, ഫസ്റ്റ് കാണിച്ചിരിക്കുന്നത് ക്ലിയറൻസ് ഫിറ്റ്, രണ്ടാമത് ട്രാൻസിഷൻ, മൂന്നാമത് ഇൻ്റർഫറൻസ് ആണെന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഷാഫ്റ്റ് ബേസ് സിസ്റ്റമാണ്. ഷാഫ്റ്റ് ആയിരിക്കും ഇവിടെ 0 ലൈനിൽ അതിൻ്റെ അപ്പർ ലിമിറ്റ് കോയിൻസൈഡ് ചെയ്ത് നിൽക്കുന്നത്. ഹോളിൻ്റെ സൈസ് ഇതേപോലെ കൂടുതലാണ്, ഇവിടെ കുറവാണ്. ഓക്കെ, ആ രീതിയിൽ അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ള ഫിഗറാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ BI system of limits and fits reading the standard chart. ഇപ്പോൾ സ്റ്റാൻഡേർഡ് ചാർട്ട് കവേഴ്സ് അപ് ടു 500 mm നോട്ട് ചെയ്യുക. IS 919 ആണ്. ഓക്കെ, ഫോർ ബോത്ത് ഹോൾസ് ആൻഡ് ഷാഫ്റ്റ്. അപ്പർ ആൻഡ് ലോവർ ഡീവിയേഷൻ ഫോർ എ സർട്ടൺ റേഞ്ച് ഓഫ് സൈസ് ഫോർ 25 ഫണ്ടമെന്റൽ ഡീവിയേഷൻ, 18 ഫണ്ടമെന്റൽ ടോളറൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പർ ഡീവിയേഷൻ ഓഫ് ദ ഹോളിനെ ES എന്നാണ് പറയുന്നത്, അതിനെ ഇ കാർട്ട് സുപ്പീരിയർ എന്ന് പറയും. ലോവർ ഡീവിയേഷൻ ഓഫ് ദ ഹോൾ ഡിനോട്ടഡ് ബൈ EI, അതിനെ ഇ കാർട്ട് ഇൻറ്റീരിയർ എന്ന് പറയും. ഈ 2 പോയിന്റ് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഷാഫ്റ്റിൻ്റെ കേസിൽ വരുമ്പം ഇത് തന്നെയാണ്, സ്മോൾ ലെറ്റർ ESഉം സ്മോൾ ലെറ്റർ E ആണെന്നും EI ആണെന്നും കൂടെ നോട്ട് ചെയ്യുക. അപ്പർ ഡീവിയേഷൻ ഓഫ് ദ ഷാഫ്റ്റിനെ ES എന്ന് പറയുമ്പോൾ ഇ കാർട്ട് സുപ്പീരിയർ, EI എന്ന് പറയുന്നത് ഇ കാർട്ട് ഇൻഫീരിയർ. ഓക്കെ, സുപ്പീരിയറും ഇൻഫീരിയറും. അപ്പോൾ ഈ രണ്ടും പലതവണയായിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇ കാർട്ട് സുപ്പീരിയർ എന്താണ്, ഇ കാർട്ട് ഇൻഫീരിയർ എന്താണെന്ന്. അപ്പർ ഡീവിയേഷനെയാണ് ഇ കാർട്ട് സുപ്പീരിയർ എന്ന് പറയുന്നത്, ലോവർ ഡീവിയേഷനെ ഇ കാർട്ട് ഇൻഫീരിയർ എന്ന് പറയും. ഡിറ്റർമിനിങ് ദ ലിമിറ്റ് ഫ്രം ദ ചാർട്ട്, നോട്ട് വെദർ ഇറ്റ് ഈസ് ഇന്റേണൽ മെഷർമെൻറ്റോ എക്സ്റ്റേണൽ മെഷർമെൻറ്റ്. ആദ്യം ബേസിക് സൈസ് നോട്ട് ചെയ്യുക. നോട്ട് ദ കോമ്പിനേഷൻ ഓഫ് ദ ഫണ്ടമെന്റൽ ഡീവിയേഷൻ ആൻഡ് ഗ്രേഡ് ഓഫ് ടോളറൻസ്. ഓക്കെ, then refer to the chart and note the upper and lower deviation which are given in microns with the sign. അപ്പോൾ അത് നമ്മൾ ചെയ്യേണ്ട രീതിയെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം നമ്മൾ ഒരു ഓപ്ഷൻ തന്നിട്ട്, എക്സാമ്പിൾ തന്നിട്ട് ഇതിൽ ഏതാണ് ഫിറ്റ്, ഏതാണ് ഹോള്, ഏതാണ് ഷാഫ്റ്റ്, അതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. ഇറ്റ് ഈസ് ആൻ ഇന്റേണൽ മെഷർമെന്റ്, സോ വി മസ്റ്റ് റെഫർ ടു ദ ചാർട്ട് ഫോർ ദ ഹോൾസ്. ബേസിക് സൈസ് എന്ന് പറയുന്നത് 30 mm ആണ്. സൈസ് റേഞ്ച് എന്ന് പറയുന്നത് 30 to 40 ആണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു വലിയൊരു ചാർട്ടാണ്. ഇത് പഠിക്കലൊന്നും പോസിബിൾ ഒന്നുമല്ല. ജസ്റ്റ് നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ, ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നോട്ട് ചെയ്യുക. പിന്നെ ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് ലിമിറ്റ്സ് ആൻഡ് ഫിറ്റ് BS45, അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ടോളറൻസ് മൈക്രോമീറ്ററിൽ കണ്ടുപിടിക്കുന്ന ഒരു ഫോർമുലയുണ്ട്. ജസ്റ്റ് നോക്കേണ്ട ആവശ്യമില്ല, ഇതുവരെ ചോദിച്ചിട്ടൊന്നുമില്ല. നിങ്ങൾ ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കേണ്ടത് ആ 3 ടൈപ്പ് ഫിറ്റ് എന്താണെന്ന് മനസ്സിലാക്കുക, ടോളറൻസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക, ഡീവിയേഷൻ എന്താണ്, അപ്പർ ഡീവിയേഷൻ ലോവർ ഡീവിയേഷൻ എങ്ങനെയാണ്, പിന്നെ ഒരു ബൈലാറ്ററൽ ടോളറൻസ് ആണോ യൂണിലാറ്ററൽ ടോളറൻസ് ആണോ, ആ രീതിയിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. പിന്നെ അതിൻ്റെ ടെർമിനോളജി ആദ്യം പറഞ്ഞ സൈസ് എന്താണ്, ആക്ച്വൽ സൈസ് എന്താണ്,
ബേസിക് സൈസ്, അതുപോലെ തന്നെ അപ്പർ ലിമിറ്റ്, ലോവർ ലിമിറ്റ്, ടോളറൻസ് സോണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഡീവിയേഷൻസ്, അതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ. പിന്നെ ഫണ്ടമെൻ്റൽ ഡീവിയേഷനും ടോളറൻസ് സോണിനെയും കുറിച്ച്, ഫണ്ടമെൻ്റൽ ടോളറൻസ് എത്രയുണ്ടെന്നുള്ള കാര്യവും മനസ്സിലാക്കി വെച്ചേക്കുക. പിന്നെ മാക്സിമം ക്ലിയറൻസ്, മിനിമം ഇൻ്റർഫറൻസ് എന്താണ്, ബേസിക്കായിട്ട് ആ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരുന്നു ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്. പിന്നെ ഈ സെഷൻ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഓക്കെ. താങ്ക്സ് ഫോർ വാച്ചിങ്.